ആദരണീയ സഭാപതിജി, ഈ സഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം ഞാൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നമ്മുടെ സഭയിലുള്ള എല്ലാ അംഗങ്ങളോടുമുള്ള അപേക്ഷയുടെ രീതിയിൽ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. ഈ സമ്മേളന കാലമെന്നത് ഭാരതത്തിൻ്റെ വിജയാഘോഷത്തിൻ്റെ സമ്മേളനമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ സമ്മേളനകാലവും ഈ സമ്മേളനവും ഓർമ്മിക്കപ്പെടേണ്ടത് ഭാരതത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചതിൻ്റെ പേരിലായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് വിജയാഘോഷത്തിൻ്റെ സമ്മേളനം എന്ന് പറഞ്ഞത് എന്നത് വിശദീകരിച്ചാൽ, ആ വിജയാഘോഷം എന്ന് പറയുന്നത് തീവ്രവാദികളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഭൂമിക്കടിയിലേക്ക് കുഴിച്ചു മൂടിയതിൻ്റെ ആഘോഷമാണ്. ഞാൻ ഈ വിജയാഘോഷം എന്ന് പറഞ്ഞത് സിന്ദൂരത്തിൻ്റെ സുഗന്ധം ഈ ലോകം മുഴുവൻ എത്തിച്ചതിനെ കുറിച്ച് പറയാനാണ്. ഈ വിജയാഘോഷം എന്ന് പറയുന്നത് നമ്മുടെ സൈന്യത്തിൻ്റെ ശൗര്യവും വിജയവും ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ വിജയാഘോഷം എന്ന് പറഞ്ഞത് ഭാരതത്തിലെ 140 കോടി ജനങ്ങളുടെ ഐക്യത്തിൻ്റെ, അവരുടെ ഇച്ഛാശക്തിയുടെ, ഒന്നിച്ച് നിന്ന് നേടിയെടുത്ത വിജയത്തിൻ്റെ ആഹ്ലാദത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വിജയീ ഭാവത്തിൽ തന്നെ ഈ സഭയിൽ നിന്നുകൊണ്ട് ഭാരതത്തിൻ്റെ പക്ഷം പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒപ്പം ആരാണോ ഭാരതത്തിൻ്റെ പക്ഷത്തില്ല എന്ന് തോന്നുന്നത് അവർക്ക് മുമ്പിൽ ഞാനൊരു കണ്ണാടി പോലെ ബോധ്യപ്പെടുത്താനുമാണ് ഇവിടെ നിൽക്കുന്നത്. അതിന് അധ്യക്ഷ് ജി, ആദ്യം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ അചഞ്ചലമായ വിശ്വാസത്തോടു കൂടി എന്നോടൊപ്പം നിന്ന ഭാരതത്തിലെ 140 കോടി ജനതയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പിന്നിൽ വിശ്വാസത്തോടെ നിന്ന അവരെ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ആദരണീയ സഭാപതിജി, പഹൽഗാമിൽ ഏപ്രിൽ 22 അങ്ങേയറ്റം നിന്ദ്യവും അപലപനീയവുമായ ഒരു തീവ്രവാദ ആക്രമണമായിരുന്നു. തീവ്രവാദികൾ നിർദോഷികളായ വിനോദസഞ്ചാരികളോട്, സാധാരണക്കാരോട് മതം ചോദിച്ച് ഉറപ്പുവരുത്തി നടത്തിയ കൊലപാതകം എന്ന് പറയുന്നത് ക്രൂരതയുടെ അങ്ങേയറ്റമാണ്. ഭാരതത്തിൽ മതത്തിൻ്റെ പേരിൽ ചേരിതിരിഞ്ഞുള്ള കലാപം കൂടിയായിരുന്നു അവരുടെ ലക്ഷ്യം. ഞാൻ 140 കോടി ഭാരതീയരോട് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. കാരണം തീവ്രവാദികളുടെ ആ ലക്ഷ്യം ഐക്യത്തോടെ നിന്നുകൊണ്ട് നമ്മൾ തകർത്ത് കളഞ്ഞു. ഏപ്രിൽ 22 ഈ ആക്രമണത്തിന് ശേഷം ഞാൻ ലോകത്തിലെ ചിലർക്ക് കൂടി മനസ്സിലാകുന്നതിന് വേണ്ടി ഇംഗ്ലീഷിൽ കൂടി ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഞങ്ങളുടെ ദൃഢനിശ്ചയമാണ്. ഞങ്ങളെ ആക്രമിച്ച തീവ്രവാദികളെയും അവരെ പറഞ്ഞുവിട്ടവരെയും മണ്ണിനടിയിൽ പുതപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവരും എൻ്റെ ശിക്ഷ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവർ പോലും ചിന്തിച്ചതിനേക്കാൾ ഭയാനകമായ രീതിയിലാണ് അവർക്ക് മറുപടി ലഭിച്ചത്. ഏപ്രിൽ 22 ഞാൻ വിദേശത്തായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഭാരതത്തിലേക്ക് തിരിച്ചു വന്നു. വന്നയുടൻ തന്നെ അത്യാവശ്യ മീറ്റിങ്ങുകൾ കൂടി. ആ മീറ്റിങ്ങിൽ തന്നെ വളരെ വ്യക്തമായ കൃത്യമായ നിർദ്ദേശങ്ങൾ സൈന്യത്തിന് നൽകിയിരുന്നു. തീവ്രവാദികൾക്ക് അവർ അർഹിക്കുന്ന ശിക്ഷ ഉറപ്പുവരുത്തണം എന്നുള്ള തീരുമാനം അന്ന് തന്നെ എടുത്തിരുന്നു. അത് ഞങ്ങളുടെ രാഷ്ട്രീയ നിശ്ചയദാർഢ്യം കൂടിയായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഭാരതത്തിൻ്റെ സൈന്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അവരുടെ കഴിവിൽ, അവരുടെ കരുത്തിൽ എല്ലാം ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ തന്നെ സേനയ്ക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. എല്ലാ അധികാരങ്ങളും നൽകിയിരുന്നു. എവിടെ, എപ്പോൾ, ഏത് സമയത്ത് എങ്ങനെ ആക്രമിക്കണം എന്നുള്ള തീരുമാനം അവർക്ക് തന്നെ എടുക്കാമെന്നുള്ള രീതിയിൽ കൃത്യമായ നിർദ്ദേശം ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ നൽകിയിരുന്നു. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ആ തീവ്രവാദികൾക്ക് അർഹിക്കുന്ന ശിക്ഷ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇന്ന് പോലും ആ തീവ്രവാദികളെ ഇങ്ങോട്ട് അയച്ചവർക്ക്, അവർക്ക് പിന്നിലുള്ളവർക്ക് ഉറക്കം പോലും കിട്ടുന്നുണ്ടാകില്ല. പഹൽഗാം അറ്റാക്കുണ്ടായ ആദ്യ ദിവസം തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു ഇത്തവണ ഭാരതത്തിൽ നിന്ന് വലിയ തിരിച്ചടി കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെയാണ്, അത് പ്രതീക്ഷിച്ച് തന്നെയാണ് അവർ ന്യൂക്ലിയർ ഭീഷണി മുഴക്കാനൊക്കെ തയ്യാറായത്. പക്ഷേ ഭാരതം
അതൊന്നും വകവയ്ക്കാതെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് മെയ് 6-ാം തീയതി രാത്രി, അതായത് മെയ് 7-ാം തീയതി വെളുപ്പിനെ എന്താണോ പ്ലാൻ ചെയ്തത് അത് പൂർണ്ണമായി നടപ്പിലാക്കി. പക്ഷേ ഭാരതത്തിൻ്റെ ആക്രമണം പ്രതീക്ഷിച്ചിട്ട് പോലും പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വെറും 22 മിനിറ്റിൽ ഏപ്രിൽ 22-ന് അവർ ചെയ്ത പാതകത്തിലുള്ള മറുപടി കൃത്യമായി ഞങ്ങൾ നൽകി. ആദരണീയജി, പാകിസ്ഥാനുമായി ഭാരതം ഇതിനു മുമ്പും യുദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷേ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതുപോലെ ഇത്തവണ ഇതിനു മുമ്പ് നമ്മൾ ഒരിക്കലും കടന്നു ചെന്നിട്ടില്ലാത്ത പാകിസ്ഥാൻ്റെ മേഖലകളിൽ പോലും പാകിസ്ഥാൻ്റെ ഏതാണ്ട് എല്ലാ മുക്കിലും മൂലയിലും നമ്മുടെ സൈന്യം ആക്രമിച്ചു. തീവ്രവാദികളുടെ ആസ്ഥാനം പോലും നമ്മൾ തവിട് പൊടിയാക്കി കളഞ്ഞു. നമ്മുടെ സൈന്യം തവിട് പൊടിയാക്കി കളഞ്ഞു. അവർ കരുതിയിരുന്നത് അവിടെയൊന്നും എത്തി നമ്മൾ ആക്രമിക്കില്ല എന്നായിരുന്നു. പക്ഷേ അവിടെ എത്തുകയും ചെയ്തു, അവിടെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു. മൂന്നാമത്തെ കാര്യം, പാകിസ്ഥാൻ നിരന്തരം പറയുമായിരുന്ന അവരുടെ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് പോളിസി ഉണ്ടല്ലോ, അത് വെറും പൊള്ളത്തരമാണെന്ന് നമ്മൾ തെളിയിച്ചു കൊടുത്തു. അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു. ഭാരതം ഒരു തരത്തിലുള്ള ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിന് മുമ്പിലും തലകുരിച്ച് നിൽക്കില്ല എന്ന് മാത്രമല്ല, ഒട്ടും ഭയക്കില്ല എന്നും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതിനാണ് ദൃഷ്ടി. നാലാമത്തെ കാര്യം, ഭാരതത്തിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യവും ലോകത്തിന് മനസ്സിലായ ഒരു ഓപ്പറേഷനായിരുന്നു കഴിഞ്ഞുപോയത്. പാകിസ്ഥാൻ സൈന്യം ചിന്തിക്കാത്ത വിധത്തിൽ പാകിസ്ഥാൻ്റെ എയർ ബേസുകളിൽ പോലും നമ്മളുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ നമുക്ക് കഴിഞ്ഞു. ആദരണീയ അധ്യക്ഷജി, ആക്രമണം നടന്ന് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും അവരുടെ പല എയർബേസുകളും നന്നാക്കിയെടുക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അതൊക്കെ ICUവിലാണ്. കഴിഞ്ഞ 10-11 വർഷത്തിൽ നമ്മൾ സാങ്കേതികവിദ്യയിൽ ഇത്രത്തോളം മുന്നിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമുക്ക് എത്രമാത്രം നാശനഷ്ടം ഉണ്ടാകും എന്ന് ചിന്തിച്ചു നോക്കൂ. ആദരണീയ സഭാപതിജി, 5-ാമത്തെ പക്ഷമെന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂർ കാരണം ലോകമാകെ ഭാരതത്തിൻ്റെ ആത്മനിർഭർ ഭാരത് എന്ന സ്വയം പര്യാപ്ത ഭാരതത്തിൻ്റെ കൂടി തെളിവായി മാറി. മേക്ക് ഇൻ ഇന്ത്യയുടെ ശക്തി കൂടി ലോകം മനസ്സിലാക്കിയത് ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ ഡ്രോൺസ്, മെയ്ഡ് ഇൻ ഇന്ത്യ മിസൈൽസ് പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കുന്നത് ലോകം കണ്ടു. ആദരണീയ സഭാപതിജി, ഞാൻ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ പ്രഖ്യാപിക്കുന്ന സമയത്ത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഡിഫൻസിൻ്റെ കാര്യം നോക്കിയിരുന്ന ഒരു സഹമന്ത്രി എന്നെ വന്ന് കണ്ടിരുന്നു. അദ്ദേഹം CDSനെ പ്രഖ്യാപിച്ചതിൽ വളരെ സന്തുഷ്ടനായി എന്നോട് നന്ദി പറഞ്ഞിരുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഭാരതത്തിൻ്റെ കരസേനയും വ്യോമസേനയും നാവികസേനയും ഒത്തൊരുമയോടുകൂടി ഏകോപനത്തോടുകൂടി ആക്രമിക്കാൻ കഴിഞ്ഞത് CDS എന്നൊരു സംവിധാനം നമുക്കുണ്ടായിരുന്നത് കൊണ്ടാണ്. ഇത് പാകിസ്ഥാൻ ഒരു പുതിയ അനുഭവമായിരുന്നു. ആദരണീയ സഭാപതിജി, നമ്മുടെ രാജ്യത്ത് മുൻപും തീവ്രവാദ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്ക് ആരെയും ഭയമുണ്ടായിരുന്നില്ല. ഒരു ആക്രമണം കഴിഞ്ഞാൽ അവർ അടുത്ത ആക്രമണത്തെക്കുറിച്ച് പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. കാരണം അവരെ ആരും ഒന്നും ചെയ്യില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ആ സ്ഥിതിയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഭീകരാക്രമണം നടത്താൻ കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പിന്നിലുള്ള മാസ്റ്റർ മൈൻഡിന് ഉറക്കം നഷ്ടപ്പെടുകയാണ്. കാരണം അവർക്കറിയാം ഭാരതം അവൻ്റെ പിന്നാലെ വന്ന് അവനെ മണ്ണിൽ പുതപ്പിക്കുമെന്ന്. ഇത് ഭാരതം ഒരു ന്യൂ നോർമലാക്കി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇനി ഭാരതം. ആദരണീയ സഭാപതിജി, ലോകമെന്ന് കണ്ടു കഴിഞ്ഞു ഭാരതത്തിൻ്റെ സൈനിക ശേഷി എത്രത്തോളം വലുതായിട്ടുണ്ടെന്ന്, എത്ര വിശാലമായിട്ടുണ്ടെന്ന്. ഓപ്പറേഷൻ സിന്ദൂർ മുതൽ സിന്ധു നദി വരെ പാകിസ്ഥാനെ എല്ലാ അർത്ഥത്തിലും തകർത്തെടുക്കാൻ ഭാരതത്തിന് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പാകിസ്ഥാന് വ്യക്തമായ ബോധ്യമുണ്ട്, ഇനിയും ഭാരതത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ആക്രമണത്തിന് മുതിർന്നാൽ
भारी कीमत ഏത് രീതിയിലുള്ള തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത് എന്ന് नहीं जा सकता। പാകിസ്ഥാന് വ്യക്തമായ ബോധ്യം ഇന്നുണ്ട്. ആദരണീയ സഭാപതിജി, आदरणीय अध्यक्ष जी, ഞാൻ ഇവിടെ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, होता है ഇനിയും ഭാരതത്തെ ആക്രമിക്കണമെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ, ഏതെങ്കിലും തരത്തിൽ ഭാരതത്തിനെതിരെ ആക്രമണം ഉണ്ടായാൽ അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള മറുപടി ഭാരതത്തിൻ്റെതായ ഭാഷയിൽ ഭാരതത്തിൻ്റെ മാത്രം ശക്തി ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചു കൊടുത്തിരിക്കും. ഈ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനും ലോകത്തിനും ഒരു കാര്യം കൂടി ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന സർക്കാരിനെയും ഭാരതം ഇനി രണ്ടായി കാണില്ല, ഒരേപോലെ തന്നെ കണ്ട് ശിക്ഷിക്കും. ഇവിടെ ഈ സഭയിൽ ഭാരതത്തിൻ്റെ വിദേശകാര്യത്തെക്കുറിച്ചും പല ചർച്ചകൾ നടന്നതായി ഞാൻ കണ്ടു. മറ്റ് പല രാജ്യങ്ങളുടെ ഇടപെടലുകളെക്കുറിച്ചും ഇവിടെ ചർച്ചയാകുന്നത് ഞാൻ കണ്ടു. ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ ഈ രാജ്യത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ലോകത്തിലെ ഒരു രാജ്യവും ഭാരതത്തെ ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് തടഞ്ഞിട്ടില്ല. ഭാരതത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം, ഓപ്പറേഷൻ സിന്ദൂറിന് ഭാരതം തയ്യാറെടുക്കുമ്പോൾ ലോകത്താകെയുള്ള 193 രാജ്യങ്ങളിൽ വെറും 3 രാജ്യങ്ങൾ മാത്രമാണ് പാകിസ്ഥാൻ അനുകൂലമായി എന്തെങ്കിലും രീതിയിൽ സംസാരിച്ചത്. ബാക്കി 190 രാജ്യങ്ങളും ഭാരതത്തിനൊപ്പം ശക്തമായി നിലകൊണ്ടു. യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും ബ്രിക്സ് യൂണിയൻ ആണെങ്കിലും ഏത് രാജ്യവും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, അവരെല്ലാവരും ഭാരതത്തിന് അനുകൂലമായിട്ടാണ് സംസാരിച്ചത്. ആ സമയത്ത് പ്രതിപക്ഷ നിരയിൽ വലിയ ബഹളം നടക്കുകയാണ് ട്രംപിൻ്റെ ഇടപെടലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ആദരണീയ അധ്യക്ഷ ജി, ലോകത്താകെയുള്ള എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ഭാരതത്തിന് ലഭിച്ചു. ഭാരതത്തിലെ സൈനികർക്ക് ലോകത്തെല്ലാ രാജ്യങ്ങളുടെയും അംഗീകാരവും അഭിനന്ദനങ്ങളും ലഭിച്ചു. പക്ഷേ ദുർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ ഭാരതത്തിലെ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ പിന്തുണ നേടിയെടുക്കാൻ അവർക്ക് പറ്റിയില്ല, ഞങ്ങൾക്ക് ലഭിച്ചില്ല. ആദരണീയ സഭാപതിജി, ഏപ്രിൽ 22-ന് പഹൽഗാമിൽ ആക്രമണം ഉണ്ടായി 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അവർ പറയാൻ തുടങ്ങി, എവിടെ പോയി പ്രധാനമന്ത്രിയുടെ 56 ഇഞ്ച്? മോദി എവിടെ പോയി ഒളിച്ചു? മോദി പരാജയപ്പെട്ടിരിക്കുന്നു. എന്തൊരു പരിഹാസമായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത്. അവർ ഈ അവസരം ആഘോഷിക്കുകയായിരുന്നു. എനിക്കിവിടെ ഇത് പറയാതിരിക്കാനാവില്ല. പഹൽഗാമിൽ ജീവനറ്റു വീണ ആ മനുഷ്യരുണ്ടല്ലോ, ആ മരണത്തിൽ പോലും കോൺഗ്രസ് രാഷ്ട്രീയം കാണാനാണ് ശ്രമിച്ചത്. അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അവർ എന്നെ ലക്ഷ്യം വെച്ച് സംസാരിച്ചു കൊണ്ടേയിരുന്നു, പരിഹസിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ ഇവർ എന്നെ ലക്ഷ്യം വെച്ച് പരിഹസിക്കുമ്പോൾ ഇവർ അറിയുന്നില്ല അത് ചെന്ന് കൊള്ളുന്നത് ഭാരതത്തിലെ സൈന്യത്തിൻ്റെ മനോബലത്തിലാണ് എന്ന്. ആ സമയത്ത് ബഹളമുണ്ടാക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സ്പീക്കർ ശാസിക്കുന്നുണ്ട്. ഈ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ഭാരതത്തിൻ്റെ കഴിവിലോ ഭാരതത്തിൻ്റെ സൈനികരുടെ കഴിവിലോ വിശ്വാസമുണ്ടായിരുന്നില്ല, വിശ്വസിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അവർ നിരന്തരം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും എന്നെക്കുറിച്ചും ഭാരതത്തെക്കുറിച്ചും ഇക്കഴിച്ച് സംസാരിച്ചു കൊണ്ടേയിരുന്നത്, ഇപ്പോഴും സംസാരിക്കുന്നത്. എനിക്ക് കോൺഗ്രസ് നേതാക്കളോട് പറയാനുള്ളത്, ഈ രീതിയിലുള്ള നിങ്ങളുടെ സംസാരം ഒരുപക്ഷെ നിങ്ങൾക്ക് ലോകത്തിലാകെയുള്ള മാധ്യമങ്ങളിൽ ഹെഡ്ലൈനാക്കാൻ കഴിയുമായിരിക്കാം. പക്ഷേ ഭാരതത്തിലെ ദേശസ്നേഹികളുടെ മനസ്സിൽ, ഹൃദയത്തിൽ ഇടം പിടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ആദരണീയ സഭാപതിജി, മെയ് 10-ന് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു താൽക്കാലിക വിരാമം നമ്മൾ പ്രഖ്യാപിച്ചു. പക്ഷേ അതിനെക്കുറിച്ചും ഈ പ്രതിപക്ഷത്തിരിക്കുന്നവർ ഓരോ കഥകളുണ്ടാക്കി പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഈ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും മറ്റുള്ളവരും പറഞ്ഞിരുന്ന ആ പ്രൊപ്പഗണ്ടയുണ്ടല്ലോ, അത് അതിർത്തിക്കപ്പുറത്തു നിന്ന് വന്ന അതേ പ്രൊപ്പഗണ്ടയായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ ഭാരതത്തിലെ 3 സൈനിക മേധാവികളും പറഞ്ഞതിനെ വിശ്വസിക്കാതെ അതിർത്തിക്കപ്പുറത്ത് നിന്ന് നമ്മുടെ ശത്രുരാജ്യത്തിൻ്റെ സൈന്യം എന്താണോ പറഞ്ഞത്
അത് പ്രചരിപ്പിക്കാൻ തുടങ്ങി, അത് ആഘോഷിക്കാൻ തുടങ്ങി, അത് വിശ്വസിക്കാൻ തുടങ്ങി. അതിന് സഭാപതിജി, ചില പഴയ കാര്യങ്ങൾ കൂടി ഞാനിവിടെ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് സമയത്ത് നമ്മൾ തീരുമാനിച്ചു അതിർത്തി കടന്ന് നമ്മുടെ സൈനികർ പാകിസ്ഥാനിൽ പോയി തീവ്രവാദികളുടെ ലോഞ്ചിങ് പാഡ് തകർക്കണമെന്നുള്ളത്. നമ്മുടെ വീരന്മാരായ സൈന്യം അത് കൃത്യമായി പദ്ധതി തയ്യാറാക്കി രാത്രിക്ക് രാത്രി അതിർത്തി കടന്ന് അവിടെ എത്തി അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കി വെളുപ്പാങ്കാലത്തിന് മുമ്പ് തിരിച്ചു വന്നു. അതിനുശേഷം ബാലക്കോട്ട് എയർ സ്ട്രൈക്ക്. ആ സമയത്തും നമ്മൾ തീരുമാനിച്ചത് അവിടെ പോയി അവരുടെ ട്രെയിനിങ് സെന്ററുകൾ തകർക്കുക എന്നുള്ളതായിരുന്നു. ആ ലക്ഷ്യവും ബാലക്കോട്ട് എയർ സ്ട്രൈക്കിലൂടെ കൃത്യമായി നമ്മുടെ സൈന്യം പൂർത്തിയാക്കി. ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും നമ്മുടെ ലക്ഷ്യം കൃത്യമായിരുന്നു. നമ്മളുടെ തീരുമാനം എന്താണോ അതാണ് നമ്മൾ നടപ്പിലാക്കിയത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ പഹൽഗാം ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്ന ആ സംഘമുണ്ടല്ലോ, അവർക്ക് ട്രെയിനിങ് ലഭിച്ചത് എവിടെ നിന്ന്, ആ ചിന്ത ഉണ്ടായത് എവിടെ നിന്ന്, ആ പരിശീലന കളരി, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഈ തീവ്രവാദികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി തകർക്കുക എന്നുള്ളതായിരുന്നു. പഹൽഗാം ആക്രമണത്തിന് പിന്നിലുള്ള തീവ്രവാദികൾക്ക് പരിശീലനം കൊടുത്തവർ, അതിനുവേണ്ട സാങ്കേതിക സഹായങ്ങൾ കൊടുത്തവർ, അതിനുവേണ്ട ഫണ്ടിങ് കൊടുത്തവർ, അവർക്ക് ട്രെയിനിങ് കിട്ടിയ സ്ഥലം, ഇതെല്ലാം ടാർഗറ്റ് ചെയ്ത് കൃത്യമായി നമ്മുടെ സൈന്യം നശിപ്പിച്ചു കളഞ്ഞു. ചില ആളുകൾ മനഃപൂർവ്വം ചില കാര്യങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ രാജ്യം അതൊന്നും മറക്കാറില്ല. അവർക്കെല്ലാം ഓർമ്മയുണ്ട്. മെയ് 6-ാം തീയതി രാത്രി 7-ാം തീയതി വെളുപ്പിന് നമ്മൾ എന്താണ് ലക്ഷ്യം വെച്ചിരുന്നത്, ആ ലക്ഷ്യം കൃത്യമായി പൂർത്തിയാക്കിയതിനു ശേഷം 3 സൈനിക തലവന്മാരും പത്രസമ്മേളനം നടത്തി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, നമ്മൾ ഇതായിരുന്നു ലക്ഷ്യം വെച്ചത്, ആ ലക്ഷ്യം ഞങ്ങൾ പൂർത്തിയാക്കി. പഹൽഗാം ആക്രമണത്തിന് പിന്നിലുള്ള എപ്പിക് സെന്റർ എവിടെയാണോ അത് കണ്ടെത്തി അത് ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം, അത് പൂർത്തിയാക്കിയെന്ന്. പാകിസ്ഥാൻ ഭരണകൂടത്തിനും പാകിസ്ഥാൻ സൈന്യത്തിനും ഇത്തിരിയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ, ഇത്തിരിയെങ്കിലും ലജ്ജ ഉണ്ടായിരുന്നെങ്കിൽ, അവർ തീവ്രവാദികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഭാരതത്തിനെതിരെ വെല്ലുവിളിക്കാൻ വരില്ലായിരുന്നു. പക്ഷേ ഒരു ലജ്ജയുമില്ലാതെ അവർ പരസ്യമായി ഈ ലോകം കാണെ തീവ്രവാദികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഭാരതത്തെ വെല്ലുവിളിച്ചു. പക്ഷേ നമ്മളെല്ലാ അർത്ഥത്തിലും തയ്യാറെടുത്തിരുന്നു. ഇത്തരമൊരവസരം നമ്മളും ഒരു പരിധിവരെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ലോകത്തോട് ഭാരതം നയം വ്യക്തമാക്കിയിരുന്നു. ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്. ആ ലക്ഷ്യം ഞങ്ങൾ പൂർത്തിയാക്കി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനിയൊരു ആക്രമണത്തിനില്ല എന്ന് ലോകത്തോട് വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഒരു ലജ്ജയുമില്ലാതെ പാകിസ്ഥാൻ പരസ്യമായ ഭീകരവാദികൾക്ക് വേണ്ടി ഭാരതത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ ഇത്രയും കാലത്തെ അവരുടെ ചതികളും വഞ്ചനകളും അറിയാവുന്ന ഭാരത സൈന്യവും ഭാരതവും നോക്കിയിരിക്കുക തന്നെയായിരുന്നു. അവരുടെ വെല്ലുവിളിക്ക് അർഹമായ മറുപടി തന്നെ ഭാരത സൈന്യം നൽകി. 9-ാം തീയതി അർദ്ധരാത്രിക്ക് ശേഷം, അല്ലെങ്കിൽ 10-ാം തീയതി വെളുപ്പിനെന്ന് പറയാം, ഭാരതത്തിൻ്റെ മിസൈലുകൾ പാകിസ്ഥാന്റെ മുക്കിലും മൂലയിലും അവർ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വൻ പ്രഹരം നടത്തി. പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും കരുതാത്ത വിധത്തിലുള്ള വലിയ പ്രഹരം. അവസാനം ഗത്യന്തരമില്ലാതെ പാകിസ്ഥാൻ സൈന്യത്തിനും പാകിസ്ഥാൻ ഭരണകൂടത്തിനും നമ്മുടെ കാല് പിടിക്കേണ്ടി വന്ന അവസ്ഥയുണ്ടാക്കി. നിങ്ങളും ടി വിയിലും ഓൺലൈൻ മാധ്യമത്തിലുമൊക്കെ കണ്ടു കാണും. പാകിസ്ഥാനിലുള്ള ചില ആളുകൾ പറഞ്ഞത്, അയ്യോ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുകയായിരുന്നു, ആ സമയത്താണ് ഭാരതം ആക്രമിച്ചത്, ഞങ്ങളൊന്നും അറിഞ്ഞില്ല, വലിയ ആക്രമണമാണ് ഞങ്ങൾക്ക് നേരെ ഉണ്ടായത് എന്നുള്ള പല വീഡിയോകളും നിങ്ങളും കണ്ടിട്ടുണ്ടാകും. ഇത്രയും വലിയൊരു പ്രഹരം ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രയും കനത്ത പ്രഹരം ലഭിച്ചതിൻ്റെ ഫലമായിട്ടാണ് DGMOയെ പാകിസ്ഥാൻ DGMO ഫോൺ ചെയ്ത് കാല് പിടിച്ച് അപേക്ഷിച്ചത്, ഭാരതത്തോട് യുദ്ധം നിർത്തണമെന്ന് അപേക്ഷിച്ചത്. ദയവായൊന്ന് നിർത്തൂ, നിങ്ങൾക്ക് മതിയായില്ലേ, ഒത്തിരി ഞങ്ങളെ അടിച്ചില്ലേ, ഇനിയും അടികൊള്ളാനുള്ള ആരോഗ്യം ഞങ്ങൾക്കില്ല, ഒന്ന് മതിയാക്കൂ, ദയവായി നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം. അങ്ങനെ പറഞ്ഞ് കാല് പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ആക്രമണം അവസാനിപ്പിച്ചത്.
ഇത് പാകിസ്ഥാൻ്റെ DGMയുടെ ഫോൺ സംഭാഷണമാണ്. प्लीज हमला रोक दो। പക്ഷേ ഭാരതം മെയ് 7-ാം തീയതി രാവിലെയുള്ള പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങളിത് അവസാനിപ്പിച്ചു എന്ന്. കാരണം നമ്മൾ നമ്മുടെ ലക്ഷ്യം എന്താണോ അത് പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ നിങ്ങളിനി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് പോലും നിശ്ചയമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. आप कुछ करोगे അപ്പോഴും പ്രതിപക്ഷ നിരയിൽ നിന്ന് കോൺഗ്രസ് അംഗങ്ങൾ ബഹളം വെക്കുകയാണ്. और आप धीरे प्लीज പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായ അഭ്യർത്ഥന കാരണം ഞങ്ങൾ അവസാനം യുദ്ധം നിർത്തി. हमला रोका। നോക്കൂ ആദരണീയ സഭാപതിജി, ഞാൻ ഇവിടെ ഒരിക്കൽ കൂടി വ്യക്തമായി സ്പഷ്ടമായി പറയാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിലെ ഒരു രാജ്യത്തെയും ഒരു നേതാവും भारत के ഭാരതത്തിൻ്റെ ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടില്ല. നോക്കൂ, ഒരു കാര്യം കൂടി പറയാം. रात को മെയ് 9-ാം തീയതി രാത്രി അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് എന്നോട് സംസാരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം മണിക്കൂറുകളോളം എന്നോട് സംസാരിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. പക്ഷേ അതേസമയം ഞാൻ നമ്മുടെ സൈനിക തലവന്മാരുമായി നിരന്തരം മീറ്റിങ്ങുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിളിച്ചപ്പോഴൊന്നും എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. बाद में മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചു. मैंने कहा कि आपका फोन था। ഞാൻ ചോദിച്ചു, ഏതാണ്ട് 4-5 തവണ താങ്കളുടെ ഫോൺ എനിക്ക് വരുന്നത് കണ്ടു, എന്താണ് കാര്യമെന്ന് ചോദിച്ചു. उपराष्ट्रपति जी അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഫോണിലൂടെ എന്നോട് പറഞ്ഞു, की पाकिस्तान പാകിസ്ഥാൻ വളരെ വലിയ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇന്ത്യയെ ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകാനാണ് അദ്ദേഹം എന്നെ വിളിച്ചത്. പക്ഷേ അപ്പോൾ തന്നെ എൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, जिनको ആർക്കാണോ മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തത് അവർക്കൊന്നും മനസ്സിലാകില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, പാകിസ്ഥാൻ്റെ ഉദ്ദേശം അതാണെങ്കിൽ अगर അതിന് തീർച്ചയായും വലിയ വില കൊടുക്കേണ്ടി വരും. इरादा है പാകിസ്ഥാൻ ഞങ്ങളെ വെല്ലുവിളിച്ച് യുദ്ധത്തിന് വരികയാണെങ്കിൽ തീർച്ചയായും അവർക്ക് താങ്ങാൻ പറ്റാത്ത വിധമുള്ള മറുപടി ഞങ്ങൾ കൊടുത്തിരിക്കും. അത് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു. आगे मेरा एक वाक्य था, ഞാൻ അതിനോടൊപ്പം ഒരു വാചകം കൂടെ കൂട്ടിച്ചേർത്തിരുന്നു, गोली का വെടിയുണ്ടകൾക്ക് മറുപടി ബോംബുകളായിരിക്കുമെന്ന്. ഇത് 9-ാം തീയതി അർദ്ധരാത്രിയുടെ സംഭവമാണ്. അന്ന് രാത്രി തന്നെ, में അതായത് 10-ാം തീയതി രാവിലെ പാകിസ്ഥാൻ്റെ സൈന്യത്തിന് മനസ്സിലാകുന്ന ഭാഷയിലുള്ള മറുപടി നമ്മൾ കൊടുത്തു കഴിഞ്ഞിരുന്നു. शक्ति को तहत ഇന്ന് പാകിസ്ഥാന് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്, ഭാരതം പഴയ ഭാരതമല്ല എന്ന്. यही हमारा ഭാരതത്തിൽ നിന്ന് കിട്ടുന്ന ഓരോ അടിക്കും दान भी भली അതിൻ്റേതായ പ്രഹരശേഷിയുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. कि भारत का हर जवाब പാകിസ്ഥാൻ ഇപ്പോൾ ഇതും വ്യക്തമായി അറിയാം, ഇനിയും ഏതെങ്കിലും തരത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു भविष्य में വെല്ലുവിളി ഉണ്ടായാൽ ഭാരതം भारत ഏതറ്റം വരെയും പോയി മറുപടി നൽകുമെന്ന ഉത്തമ ബോധ്യം ഇന്ന് പാകിസ്ഥാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടി ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ ഈ ലോക്സഭയിൽ നിന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു, चाहता हूँ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, എപ്പോൾ വേണമെങ്കിലും തുടരാം. പാകിസ്ഥാൻ ഇനിയും ഭാവിയിൽ എന്തെങ്കിലും തരത്തിൽ തെറ്റായ രീതിയിൽ ചിന്തിച്ചാൽ അവർക്ക് ഇതിനേക്കാൾ വലിയ നഷ്ടം സംഭവിക്കും. അതിൻ്റെ സഭാപതിജി, ഇന്നത്തെ ഭാരതം ആത്മവിശ്വാസം നിറഞ്ഞ ഭാരതമാണ്. आदरणीय സ്വയം പര്യാപ്ത ഭാരതത്തിൻ്റെ ശേഷി ഇന്ന് ലോകത്തിന് മനസ്സിലായിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തിലാണ് ഭാരതം ഇന്ന് വളരെ വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. से भरा हुआ രാജ്യം ഇതും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. निर्भरता ഭാരതം സ്വയം പര്യാപ്ത ഭാരതമായി ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് അവരുടെ നിലനിൽപ്പിന് വേണ്ടി പാകിസ്ഥാനെ ആശ്രയിക്കുന്ന ഗതി വന്നിരിക്കുകയാണ്. ഞാൻ ഇന്ന് ലോക്സഭയിൽ നടന്ന മുഴുവൻ ചർച്ചകളും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 16 മണിക്കൂറിലധികമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ദുർഭാഗ്യമെന്ന് പറയട്ടെ, അപ്പോഴും കോൺഗ്രസ് പ്രതിപക്ഷത്തുനിന്ന് ബഹളം വെക്കുകയാണ്. അപ്പോൾ സ്പീക്കർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചല്ലോ, ഇനി അദ്ദേഹത്തിന് പറയാനുള്ള മറുപടി നിങ്ങൾ കേൾക്കൂ എന്ന് സ്പീക്കർ ആവർത്തിച്ച് പറയുന്നുണ്ട്. कांग्रेस को पाकिस्तान ദുർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് പാകിസ്ഥാൻ്റെ മുദ്രാവാക്യങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ട ഗതികേടിലാണ്. അതിന് സഭാപതിജി, ഇന്നത്തെ കാലത്തെ യുദ്ധങ്ങളിൽ ഇൻഫർമേഷൻസിനും
നരേറ്റീവുകൾക്കും വലിയ പങ്കുണ്ട്. പല നരേറ്റീവുകളും കൃത്രിമമായി ഉണ്ടാക്കി AI സഹായത്തോടു കൂടി വീഡിയോകളാക്കി ശബ്ദങ്ങളാക്കി പലരും പ്രചരിപ്പിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് സൈന്യത്തിൻ്റെ മനോബലം തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം രാജ്യത്തെ ജനങ്ങളുടെ ആത്മവിശ്വാസം തകർത്ത് അവരിൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഫേക്ക് നരേറ്റീവുകൾ സൃഷ്ടിക്കപ്പെടുന്നത്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഈ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും അവരുടെ കൂട്ടുകാരും പാകിസ്ഥാൻ പടച്ചുവിടുന്ന ഫേക്ക് നരേറ്റീവുകൾ നമ്മുടെ നാട്ടിലും പ്രചരിപ്പിച്ചു. നമ്മുടെ നാടിനെതിരെ, നമ്മുടെ സൈനികർക്കെതിരെ, നമ്മുടെ ശത്രുരാജ്യം പടച്ചുവിടുന്ന ഫേക്ക് നരേറ്റീവുകൾ ഇവിടെ പ്രചരിപ്പിക്കാൻ ഈ കോൺഗ്രസും കോൺഗ്രസിൻ്റെ കൂട്ടുകാരും തയ്യാറായി. ആദരണീയ സഭാപതിജി, ഇപ്പോൾ മാത്രമല്ല, മുൻപ് ഭാരതത്തിലെ സൈനികർ വളരെ കൃത്യമായി തയ്യാറാക്കിയ പദ്ധതിയുണ്ടല്ലോ, സർജിക്കൽ സ്ട്രൈക്ക്, അത് വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചു വന്നപ്പോഴും ഈ കോൺഗ്രസ് ചെയ്തത് നമ്മുടെ സൈനികരോട് സർജിക്കൽ സ്ട്രൈക്കിൻ്റെ തെളിവ് ചോദിക്കുകയാണ്. പക്ഷേ സർജിക്കൽ സ്ട്രൈക്കിന് തെളിവ് ചോദിച്ച അതേ കോൺഗ്രസ് രാജ്യത്തെ ജനങ്ങളുടെ മൂഡ് മനസ്സിലാക്കി, അവരുടെ വികാരം മനസ്സിലാക്കി ഗെയിം ഒന്ന് മാറ്റി കളിച്ചു. കോൺഗ്രസ്സുകാർ പിന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്താ ഇത്ര വലിയ കാര്യമാണോ? ഇത് ഞങ്ങൾ ഭരിക്കുമ്പോൾ എത്ര തവണ ചെയ്തതാണ്. ഒരാൾ പറഞ്ഞത് ഞങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങൾ 3 തവണ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തു എന്നാണ്. അവരുടെ പക്ഷത്തെ മറ്റൊരാൾ പറഞ്ഞത് ഞങ്ങൾ 6 തവണ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തു എന്നാണ്. മൂന്നാമതൊരാൾ പറഞ്ഞത് 15 തവണ അവർ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തു എന്നാണ്. നേതാക്കളുടെ വലിപ്പം കൂടുന്തോറും അവരുടെ ആഗ്രഹവും അവരുടെ അഭിപ്രായങ്ങളും വലുതായിക്കൊണ്ടേയിരുന്നു. ആദരണീയ സഭാപതിജി, അതിനുശേഷം നമ്മുടെ സൈന്യം ബാലക്കോട്ട് വളരെ വലിയ രീതിയിൽ എയർ സ്ട്രൈക്ക് ചെയ്തു. എയർ സ്ട്രൈക്ക് എന്ന് പറയുന്നത് അത്ര ഈസിയായ കാര്യമല്ല. അതുകൊണ്ട് അത് ഞങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുള്ള ധൈര്യം അവർ കാണിച്ചില്ല. പക്ഷേ തെളിവ് ചോദിക്കാൻ മറന്നില്ല. അവർക്ക് ഫോട്ടോ വേണം പോലും. നിങ്ങൾ എയർ സ്ട്രൈക്ക് ചെയ്തെങ്കിൽ അതിൻ്റെ ഫോട്ടോ കാണിക്കൂ. നിങ്ങൾ എവിടെയാണ് ആക്രമിച്ചത്, ആരെയാണ് കൊന്നത്, നിങ്ങൾ എന്താണ് ചെയ്തത്, എന്താണ് തകർത്തത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. എത്ര പേർ മരിച്ചു? പാകിസ്ഥാനും ഇത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. പാകിസ്ഥാൻ ചോദിക്കുന്നത് എന്താണോ അത് തന്നെ ഇവിടെ കോൺഗ്രസും ചോദിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, അതിന് സഭാപതിജി, ആ സമയത്ത് നമ്മുടെ വീരസൈനികൻ അഭിനന്ദൻ വർത്തമാൻ പാകിസ്ഥാന്റെ പിടിയിലായപ്പോൾ, നമ്മുടെ ഒരു സൈനികൻ പാകിസ്ഥാന്റെ പിടിയിലാകുമ്പോൾ പാകിസ്ഥാനികൾക്ക് സന്തോഷമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെയും കുറച്ചു പേരുണ്ടായിരുന്നു അതിൽ സന്തോഷിച്ചവർ. അവർ പരസ്പരം ചെവിയിൽ പറയുന്നുണ്ടായിരുന്നു, ഇത്തവണ മോദി എന്തായാലും പെട്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ പിടിച്ചുകൊണ്ടുപോയ അഭിനന്ദൻ വർത്തമാനെ തിരിച്ചു കൊണ്ടുവരുന്നതെന്ന് കാണണമല്ലോ. ഇങ്ങനെയാണ് അവർ ചിന്തിച്ചത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ മോദി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഇങ്ങനെയുള്ള സംശയങ്ങളും പരിഹാസങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. കേവലം ഒരു പരിക്കുകൾ പോലുമില്ലാതെ നമ്മുടെ സൈനികൻ അഭിനന്ദൻ വർത്തമാൻ മണിക്കൂറുകൾക്കകം ഇവിടെ തിരിച്ചു വന്നു. നമ്മൾ അഭിനന്ദൻ വർത്തമാനെ തിരിച്ചു കൊണ്ടുവന്നു. ഇവരുടെ എല്ലാ പരിഹാസങ്ങളും വെറുതെയായിപ്പോയി. അവർ പിന്നെ പറയാൻ തുടങ്ങി, ഓ, ഈ മനുഷ്യൻ ഭാഗ്യമുള്ളവനാണ്, നല്ലൊരു അവസരമാണല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയത് എന്നിവർ പറഞ്ഞു നടന്നു. ആദരണീയ സഭാപതിജി, പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷവും നമ്മുടെ ഒരു BSF ജവാൻ പാകിസ്ഥാൻ സൈനികരുടെ പിടിയിലായി. അപ്പോഴും ഇവർ സന്തോഷിച്ചു. വളരെ വലിയൊരു അവസരം കൈവന്നിട്ടുണ്ട്. ഇത്തവണ മോദി എന്തായാലും പെടുമെന്നവർ തീരുമാനിച്ചു. ഇത്തവണ എന്തായാലും മോദി പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ച് അവരും അവരുടെ ഇക്കോസിസ്റ്റവും അവരുടെ ആളുകളും ചേർന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ വലിയ കഥകളുണ്ടാക്കി. പാകിസ്ഥാന്റെ സൈനികരുടെ പിടിയിലായ BSF ജവാന്റെ അവസ്ഥ എന്തായിരിക്കും, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും, ഇവിടെ ഒരു പ്രധാനമന്ത്രിയുണ്ടോ, സൈനികർക്ക് യാതൊരു സുരക്ഷയുമില്ല എന്നൊക്കെ അവർ പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. ആ സൈനികൻ എങ്ങനെ തിരിച്ചു വരാനാണ്, ഒരിക്കലും വരാൻ പോകുന്നില്ല എന്നൊക്കെ ഇവർ കഥകളുണ്ടാക്കി. ആദരണീയ സഭാപതിജി, ഇവരുടെ എല്ലാ സ്വപ്നങ്ങളും വെറുതെ ആക്കിക്കൊണ്ട് ആ BSF ജവാനെയും യാതൊരു പരിക്കുകളുമില്ലാതെ നമ്മൾ തിരികെ കൊണ്ടുവന്നു. ഭീകരവാദികൾക്ക് കരച്ചിൽ വരുന്നത് സ്വാഭാവികമാണ്. ഭീകരവാദികളെ സൃഷ്ടിക്കുന്നവർക്കും കരച്ചിൽ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഭീകരവാദികൾ കരയുന്നത് കണ്ട് നമ്മുടെ രാജ്യത്തെ ചിലരും കരയുന്നത് എന്തൊരു കഷ്ടമാണ്.
बीएसएफ का वो जवान भी आन बान शान के साथ वापस आए। അതിന് സഭാപതിജി, ഞാൻ പറഞ്ഞു വന്നത് സർജിക്കൽ സ്ട്രൈക്ക് കഴിഞ്ഞപ്പോഴും അവർ അവരുടേതായ ചില കഥകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് കഴിഞ്ഞപ്പോഴും അവരുടേതായ ചില നെഗറ്റീവുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ജനങ്ങൾ അവരെ പരാജയപ്പെടുത്തി. ഓപ്പറേഷൻ സിന്ദൂർ വിജയിച്ചതിന് ശേഷവും അവർ മറ്റു പല കഥകളുമായി വന്നു. ഇത്തവണ അവരുടെ കളി ഒന്ന് മാറ്റിപ്പിടിച്ചു. ഇത്തവണ അവർ ചോദിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധം നിർത്തിയെന്നാണ്. മുൻകാലങ്ങളിൽ നമ്മൾ എയർ സ്ട്രൈക്കും സർജിക്കൽ സ്ട്രൈക്കും ചെയ്തപ്പോൾ അത് ചെയ്തു എന്ന് വിശ്വസിക്കാത്തവർ, ചെയ്തെന്ന് സമ്മതിച്ചു തരാത്തവർ ഇത്തവണ നമ്മൾ ചെയ്ത യുദ്ധം എന്തിന് നിർത്തിയെന്നായി ചോദ്യം. അതിനിടെ സഭാപതിജി, ഈ പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് എന്നെ കുറ്റം പറയാൻ എന്തെങ്കിലും കിട്ടിയാൽ മതി, അതിനുവേണ്ടി അവർ നോക്കിയിരിക്കുകയാണ്. നോക്കൂ, അതുകൊണ്ട് തന്നെ കേവലം ഞാൻ മാത്രമല്ല, ഈ രാജ്യം മുഴുവൻ, ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ നിങ്ങളെ നോക്കി ചിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടെ സഭാപതിജി, കോൺഗ്രസിൻ്റെ ചിന്താഗതി ഉണ്ടല്ലോ, സൈനികരെ കുറ്റം പറയൽ, അല്ലെങ്കിൽ സൈനികരെക്കുറിച്ചും ദേശസ്നേഹത്തെക്കുറിച്ചും പറയുമ്പോൾ അവർ പുറപ്പെടുവിക്കുന്ന ഒരു നെഗറ്റിവിറ്റി ഉണ്ടല്ലോ, ഇത് കോൺഗ്രസിൻ്റെ ജന്മകാലം മുതലേ ഉള്ളതാണ്, അവരുടെ സ്വഭാവമാണ്. നോക്കൂ, ഭാരതം 2 ദിവസത്തിന് മുമ്പാണ് കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ചത്. പക്ഷേ എനിക്കിവിടെ പറയുന്നതിൽ ദുഃഖമുണ്ട്, പക്ഷേ ഇത് സത്യമാണ്. അവരുടെ കാലഘട്ടത്തിൽ ഒരിക്കലും ഇപ്പോഴും അവർ കാർഗിൽ വിജയ് ദിവസം ആഘോഷിക്കുന്നില്ല. കാർഗിൽ വിജയം ഭാരതത്തിനുണ്ടായെന്ന് അവർ വിശ്വസിക്കുന്നില്ല, അവരതിൽ സന്തോഷിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ചരിത്രം സാക്ഷിയാണ് അധ്യക്ഷ് ജി. ഇവർക്ക് കാർഗിൽ വിജയ് ദിവസം ആഘോഷിക്കാൻ ഇഷ്ടമില്ല, അവരതിൽ അഭിമാനിക്കുന്നില്ല. കാരണം അത് അവരുടെ കാലത്തുണ്ടായ വിജയമല്ല. നോക്കൂ അധ്യക്ഷ് ജി, ഡോക്ലാം അതിർത്തിയിൽ ഭാരതത്തിൻ്റെ സൈന്യം അവരുടെ ശൗര്യം പ്രകടിപ്പിക്കുമ്പോൾ അതേസമയം തന്നെ കോൺഗ്രസിൻ്റെ നേതാവ് ഒളിച്ചും പാത്തും ഇവിടെ ആർക്കാണ് ബ്രീഫിംഗ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചൈനീസ് അംബാസഡറുമായി രാഹുൽ ഗാന്ധിയുടെ ചർച്ചയെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിനിടെ സഭാപതിജി, താങ്കൾക്ക് തന്നെ പരിശോധിക്കാവുന്നതാണ്. പാകിസ്ഥാൻ പുറത്തുവിട്ടിരിക്കുന്ന വെല്ലുവിളികൾ, അവരുടെ നരേറ്റീവുകൾ, ഇവിടെ പ്രതിപക്ഷം സർക്കാരിനെതിരെ ഉണ്ടാക്കിയ നരേറ്റീവുകൾ, രണ്ടും കുത്തും കോമയ്ക്ക് പോലും മാറ്റമില്ലാത്ത തരത്തിൽ ഒരുപോലെയാണ്. ഇത് രണ്ടും സൃഷ്ടിക്കപ്പെട്ടത് ഒരേ ഇടത്തു നിന്ന് തന്നെയാണ്. അവർ സൃഷ്ടിക്കുന്നു, ഇവർ പ്രചരിപ്പിക്കുന്നു. ഇവർ ഇവിടെ എഴുതുന്നു, അവിടെ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നു. എന്തൊരു കഷ്ടമാണ്, എന്തൊരു ദുർവിധിയാണിത്. ഇവരെഴുതിയ എഴുത്തുകൾ അതുപോലെ പാകിസ്ഥാനിൽ ശത്രുരാജ്യം നമുക്കെതിരെ ഉപയോഗിച്ചതിൽ ഒരു ലജ്ജയും തോന്നുന്നില്ലേ? അതിനിടെ സഭാപതിജി, രാജ്യം ഞെട്ടിപ്പോയി. ഭാരതത്തിലെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ്. അവരാണ് യുദ്ധം ജയിച്ചതെന്ന് ഇവർ പറയുകയാണ്. അതിനിടെ സഭാപതിജി, ഇവർക്ക് ഇങ്ങനെ പോലും പറയാനുള്ള ധൈര്യമുണ്ടായി. അത്രയ്ക്ക് നെറുകെട്ട ധൈര്യമാണ് ഇവർ കാണിച്ചത്. പഹൽഗാമിൽ സാധാരണക്കാരായ ഭാരതീയരെ ആക്രമിച്ച തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്ന് വന്നതാണെന്നതിന് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് പാകിസ്ഥാന് വേണ്ടി ഇവർ ഞങ്ങളോട് ചോദിച്ചു. ഇവരെന്താണ് പറയുന്നത്? എനിക്ക് പോലും അതിശയം തോന്നി. ഇതേ നരേറ്റീവാണ് പാകിസ്ഥാനും പറയാൻ ശ്രമിക്കുന്നത്. അതേ നരേറ്റീവ് നമ്മുടെ ഭാരതത്തിലെ നമ്മുടെ പ്രതിപക്ഷം, അതും എത്രയോ വർഷം ഈ രാജ്യം ഭരിച്ച പാരമ്പര്യമുള്ള കോൺഗ്രസ് എന്ന പാർട്ടി, അവരുടെ നേതാക്കൾ ഇങ്ങനെ പറയുമ്പോൾ, അതിനിടെ സഭാപതിജി, ഇപ്പോൾ തെളിവുകളുടെ ഘോഷയാത്രയാണ്. എല്ലാവരുടെയും കൺമുമ്പിലെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടും ഈ രീതിയിലാണ് ഇവർ പെരുമാറുന്നതെങ്കിൽ, വിരൽത്തുമ്പിൽ വിവരങ്ങൾ ലഭിക്കുന്ന ഈ കാലത്ത് പോലും ഇവർ ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ, ഈ വിവരസാങ്കേതികത ഇല്ലാത്ത കാലത്ത് ഇവർ എത്ര കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതിന് സഭാപതിജി, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിജയത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്, അതിൻ്റെ രീതികളെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. അതിനോടൊപ്പം തന്നെ ഭാരതത്തിന് അഭിമാനിക്കാനുള്ള മറ്റു പലതും ഓപ്പറേഷൻ സിന്ദൂർ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടി നമ്മൾ വിശദമായി ചർച്ച ചെയ്യണം. ഭാരതത്തിൻ്റെ പ്രതിരോധശേഷി, ഭാരതത്തിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം, അതിനെക്കുറിച്ച് ഇന്ന് ലോകമാകെ ചർച്ച നടക്കുകയാണ്.
നമ്മുടെ ഭാരതത്തിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം देश के लिए कुछ गौरव പാകിസ്ഥാൻ്റെ മിസൈലുകളെയും ഡ്രോണുകളെയും വെറും കളിപ്പാട്ടം പൊട്ടിച്ചിതറിക്കുന്ന ലാഘവത്തോടെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു, ആകാശത്ത് വെച്ച് തന്നെ. हमारे ആദരണീയ അധ്യക്ഷ ജി, ഞാൻ ഒരു കണക്ക് കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. രാജ്യം മുഴുവൻ തീർച്ചയായും അഭിമാനത്തോടു കൂടി സന്തോഷിക്കും. ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ എന്ത് ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. പക്ഷേ രാജ്യം തീർച്ചയായും സന്തോഷിക്കും, അഭിമാനിക്കും, അതെനിക്ക് ഉറപ്പാണ്. मिसाइल और ड्रोन മെയ് 9 രാത്രി उसको പാകിസ്ഥാൻ ഏതാണ്ട് 1000-ലധികം മിസൈലുകളും ആയുധം നിറച്ച ഡ്രോണുകളും ഭാരതത്തിലേക്ക് അയച്ചു. അത് ഭാരതത്തിൻ്റെ മണ്ണിൽ വീണിരുന്നെങ്കിൽ തീർച്ചയായും വളരെ വലിയ നാശനഷ്ടങ്ങൾ, വളരെ വലിയ വിപത്ത് നമുക്കുണ്ടാകുമായിരുന്നു. पूरा देश ഒന്നും രണ്ടുമല്ല, 1000 എണ്ണം, 1000 പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ വഹിച്ചിട്ടുള്ള മിസൈലുകളും ഡ്രോണുകളും. पूरा देश गर्व से भर जाए. പക്ഷേ പാകിസ്ഥാൻ അയച്ച ഈ 1000-ലധികം മിസൈലുകളിൽ ഒരെണ്ണം പോലും ഭാരതത്തിൻ്റെ മണ്ണിൽ വീഴുന്നതിന് മുമ്പ് ആകാശത്ത് വെച്ച് തന്നെ ഭാരതത്തിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു, തവിട് പൊടിയാക്കി കളഞ്ഞു. बहुत बड़ा हमला करने की कोशिश. തീർച്ചയായും ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇതിൽ സന്തോഷമുണ്ടാകും, അഭിമാനമുണ്ടാകും. ये मिसाइलें പക്ഷേ എന്തു ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ആളുകൾ ചിന്തിച്ചത് ഏതെങ്കിലും ഒന്നെങ്കിലും ഭാരതത്തിൽ വീഴും, അതിൽ മോദി മരിക്കും, മോദി വീഴും എന്നാണ്. പാകിസ്ഥാൻ അവരുടെ ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ആദംപൂർ എയർബേസ് ആക്രമിച്ചു എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. आसमान നുണ ലോകമാകെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവർ പരമാവധി പരിശ്രമിച്ചു. ഞാൻ എന്ത് ചെയ്തു, പിറ്റേ ദിവസം രാവിലെ തന്നെ അതേ ആദംപൂരിലെത്തി അവിടെ നിന്നുകൊണ്ട് ലോകത്തോട് സംസാരിച്ചു. हर देशवासी को इससे गर्व हो रहा है. ഞാൻ തന്നെ, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ആദംപൂർ എയർബേസിൽ പോയി അവരുടെ നുണപ്രചരണം പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു. कुछ तो गड़बड़ होगी यार. मोदी അപ്പോഴാണ് അവർക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടത് कहीं तो फंसेगा. ഇത്തരം നുണപ്രചരണങ്ങൾ കൊണ്ട് ഒരു കാര്യവുമില്ല, അതിനും മറുപടി ലഭിക്കുമെന്ന്. അതിൻ്റെ സഭാപതിജി, ഒരു കാര്യം പ്രത്യേകം ഇവിടെ സൂചിപ്പിക്കാതെ മുന്നോട്ട് പോകാനാകില്ല. पूरा एयरबेस പ്രതിപക്ഷത്തിരിക്കുന്ന വിവിധ പാർട്ടികളിൽ ചെറിയ പാർട്ടിയിൽപ്പെട്ട പല ആളുകളുമുണ്ട്. ആദ്യമായിട്ട് ഈ ലോക്സഭയിലെത്തിയ ജനപ്രതിനിധികളുണ്ട്. അവർക്ക് രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിച്ചുള്ള പരിചയമില്ല. लगा दी. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് ചില തെറ്റായ പരാമർശങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്, അത് നമുക്ക് ക്ഷമിക്കാം. और खुद പക്ഷെ കോൺഗ്രസ് 60 വർഷത്തോളം ഈ രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിച്ച പാരമ്പര്യമുള്ള കോൺഗ്രസ് പാർട്ടിയിലെ പരിചയസമ്പന്നരായ നേതാക്കൾ, अकल എത്രയോ തവണ മന്ത്രിമാരായിരുന്ന നേതാക്കളാണ് चलने वाला नहीं. ഇത്തരം വാചാടോപങ്ങൾ രാജ്യത്തിനെതിരെ, സർക്കാരിനെതിരെ തുടർച്ചയായി നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. अध्यक्ष जी, അവർക്ക് ഭരണ സംവിധാനത്തിൻ്റെ എല്ലാ രീതികളും വ്യക്തമായി അറിയാവുന്നതാണ്, ബോധ്യമുള്ളവരാണ്, അത് പരിചയമുള്ളവരാണ്. राजनीति में नए हैं. ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രി തന്നെ നേരിട്ട് പരസ്യമായി പറഞ്ഞു, അത് വിശ്വസിക്കില്ല. ഇൻ്റർവ്യൂ കൊടുത്തു, വിശ്വസിക്കില്ല. ഇവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു, അത് ഇവർ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. എന്തൊരു രീതിയാണിത്? उसको शासन രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി സംസാരിച്ചു, ആഭ്യന്തരമന്ത്രി സംസാരിച്ചു, അതൊന്നും ഇവർ വിശ്വസിക്കില്ല. ഇവർക്ക് വിശ്വാസം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി എന്തു പറയുന്നു, व्यवस्था क्या होती है. തീവ്രവാദികൾ എന്തു പറയുന്നു എന്നൊക്കെ ഉള്ളതാണ്. अनुभव है उनके. ഇത്രയും വർഷക്കാലം ഈ ഭാരതം ഭരിച്ച പാരമ്പര്യമുള്ള ഈ കോൺഗ്രസ് പാർട്ടിക്ക്, അവരുടെ നേതാക്കൾക്ക് രാജ്യത്തിൻ്റെ വ്യവസ്ഥിതിയിൽ വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തു പറയാനാണ്? इंटरव्यू दे എനിക്ക് തന്നെ പലപ്പോഴും അമ്പരപ്പ് തോന്നി. എന്തൊരു ദുർഗതിയിലാണ് ഈ കോൺഗ്രസ് എന്ന് ഞാൻ പോലും ചിന്തിച്ചു. पर भरोसा ദുഃഖകരമാണെങ്കിലും അതിന് സഭാപതിജി എനിക്കിവിടെ പറയാതിരിക്കാനാവില്ല. ഇന്ന് കോൺഗ്രസിന് വിശ്വാസമുള്ളത് പാകിസ്ഥാനെയും പാകിസ്ഥാൻ്റെ റിമോട്ട് തിരിക്കുന്ന മറ്റു പലരെയുമാണ്. कि क्या हालत हो गई है इनकी. आदरणीय अध्यक्ष जी, അതിന് സഭാപതിജി, आप कांग्रेस का കോൺഗ്രസിൻ്റെ ഒരു പുതിയ അംഗം, पाकिस्तान പരിചയമൊന്നുമില്ലാത്ത ആദ്യമായിട്ട് സഭയിൽ വന്ന ഒരു പുതിയ അംഗമാണ്. बदलता है. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ വലിയ വലിയ നേതാക്കൾ എഴുതി കൊടുത്താണ് അദ്ദേഹം നോക്കി വായിച്ചത്. കോൺഗ്രസിൻ്റെ വലിയ പല നേതാക്കൾക്കും അത് തനിയെ വിളിച്ചു പറയാനുള്ള ധൈര്യം പോലുമില്ല. അതുകൊണ്ട് പുതിയൊരു അംഗത്തെ കൊണ്ട് അവർ പറയിപ്പിക്കുകയാണ് नए सदस्य ഓപ്പറേഷൻ സിന്ദൂർ को क्षमा ഒരു തമാശയാണെന്ന്. सदस्य को क्या कहते ഓപ്പറേഷൻ സിന്ദൂർ തമാശയാണെന്ന്. हैं. आका जो उनको लिख करके देते हैं ഇങ്ങനെ പറയാനുള്ള उसे बुलवाते हैं. खुद में ആ ഒരു ചിന്താഗതി കോൺഗ്രസിന് എങ്ങനെ ഉണ്ടായി? ऑपरेशन ഈ ഭീകരവാദികൾ മതം ചോദിച്ച് ഭാരതത്തിലെ സാധാരണക്കാരെ വെടിവെച്ച് കൊന്ന ആ സംഭവത്തിന് सिंधवादियों നമ്മുടെ ഭാരതത്തിൻ്റെ സൈന്യം കൊടുത്ത മറുപടി തമാശയാണ് പോലും.
ഓപ്പറേഷൻ സിന്ദൂറിനെ തമാശ എന്ന് വിളിച്ച കോൺഗ്രസിൻ്റെ ഈ രീതിയുണ്ടല്ലോ, അത് ഭീകരവാദികൾ പഹൽഗാമിൽ ചെയ്തതിനേക്കാൾ വലിയ ക്രൂരകൃത്യമാണെന്ന് ഞാൻ പറയും. ഈ സഭയിൽ കോൺഗ്രസിൻ്റെ ഒരു അംഗം പറഞ്ഞതാണിത്. ആദരണീയ സഭാപതിജി, ഇന്നലെ നമ്മുടെ സുരക്ഷാ സൈന്യം ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ പഹൽഗാമിലെ തീവ്രവാദികളെ ഇല്ലാതാക്കി. പക്ഷേ എനിക്ക് അതിശയം തോന്നുന്നു, ഇന്നലെ ഇവിടെ ചിലർ അട്ടഹസിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഇന്നലെ നിങ്ങൾ കൊന്നു എന്ന്. ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നതേയില്ല. ഇതുപോലൊരു ഓപ്പറേഷൻ നടത്തുമ്പോൾ ഏതാണ്ട് സമയം ഗണിച്ചിട്ടാണോ അതൊക്കെ ചെയ്യുന്നത്? ഇവർക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവരുടെ ദൗർബല്യവും നിരാശയും ഇത്ര ഗതികേടിലാക്കിയിട്ടുണ്ടോ അവരെ? അതിന് സഭാപതിജി, കഴിഞ്ഞ കുറെ ആഴ്ചകളായി ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ ഓക്കെ, പക്ഷേ പഹൽഗാമിലെ തീവ്രവാദികൾ നിങ്ങൾ എന്ത് ചെയ്തു? അവരെ പിടിക്കാൻ പറ്റിയോ? അവരെ കൊല്ലാൻ പറ്റിയോ? പക്ഷേ പിടിച്ചു കൊന്നു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇന്നലെ ചെയ്തു എന്നായി ചോദ്യം. ഇന്നലെ തന്നെ എങ്ങനെ കൊല്ലാൻ പറ്റി? അതിന് അധ്യക്ഷജി, എന്തൊരവസ്ഥയാണ് ഇവരുടേത്. എനിക്ക് സഹതാപം തോന്നുന്നു. ആദരണീയ സഭാപതിജി, നമ്മുടെ പൗരാണിക ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണത്: ശസ്ത്രേണ രക്ഷിതേ രാഷ്ട്ര, ശാസ്ത്ര ചർച്ച പ്രവർത്തതേ. ആദരണീയ സഭാപതിജി, അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? എപ്പോഴാണോ ഒരു രാജ്യം ആയുധങ്ങളാൽ സുരക്ഷിതമാകുന്നത്, അപ്പോൾ മാത്രമേ ആ രാജ്യത്ത് ശാസ്ത്രത്തിനും സയൻസിനും അറിവിനും വളർച്ച ഉണ്ടാകുകയുള്ളൂ എന്ന്. അതായത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, അതിർത്തിയിൽ നമ്മുടെ സൈന്യം എത്രത്തോളം ശക്തമായിരിക്കുന്നോ അതിനനുസരിച്ച് ആ രാജ്യത്തിൻ്റെ ജനാധിപത്യവും പ്രഹരശേഷിയുള്ളതായിരിക്കും. ആദരണീയ സഭാപതിജി, ഓപ്പറേഷൻ സിന്ദൂർ എന്നത് കഴിഞ്ഞ 10 വർഷത്തിൽ ഭാരതത്തിലെ സൈനിക മേഖലയിൽ നടത്തിയ നവീകരണത്തിൻ്റെ കൂടി ഉദാഹരണമാണ്. ഇത് വെറുതെ അങ്ങ് സംഭവിച്ച ഒന്നല്ല. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ സൈന്യത്തെ സ്വയം പര്യാപ്തമാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഇപ്പോഴും ഞാൻ സ്വയം പര്യാപ്ത ഭാരതം എന്ന് പറയുമ്പോൾ അതിനെ ഇവർ പരിഹസിക്കുകയാണ്. പക്ഷേ ഞാൻ പറയുന്ന ഈ സ്വയം പര്യാപ്ത ഭാരതം എന്ന ആത്മനിർഭർ ഗാന്ധിജിയുടെ വാക്കാണ്. ഓരോ ആയുധ കരാറിലും കോൺഗ്രസ് അവർക്ക് എന്ത് കിട്ടും എന്നാണ് ചിന്തിച്ചത്. ചെറിയ ചെറിയ ആയുധങ്ങൾക്ക് പോലും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുകയായിരുന്നു ഇവരുടെ രീതി. എന്തിന് നമ്മുടെ സൈനികർക്ക് വേണ്ട വിധത്തിൽ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളോ നൈറ്റ് വിഷൻ ക്യാമറകളോ പോലും ഉണ്ടായിരുന്നില്ല. സൈനിക മേഖലയിൽ അവരുടെ അഴിമതി കഥകൾ പറയാനാണെങ്കിൽ വലിയ ലിസ്റ്റുണ്ട്. ജീപ്പ് മുതൽ ബൊഫോഴ്സ് മുതൽ ഹെലികോപ്റ്റർ വരെ എത്ര എണ്ണം. എന്ത് കരാറെടുത്താലും അതിൽ കോൺഗ്രസിൻ്റെ അഴിമതി കഥ മാത്രമേ പറയാനുള്ളൂ. ആദരണീയ സഭാപതിജി, നമ്മുടെ സൈന്യത്തിന് അത്യാധുനിക യുദ്ധസാമഗ്രികൾ ലഭിക്കാൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു, ദശകങ്ങളോളം. ആദരണീയ സഭാപതിജി, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ലോകത്തിലാകെ ആയുധങ്ങൾ കൊടുത്തിരുന്ന ഒരു ചരിത്രം ഭാരതത്തിനുണ്ടായിരുന്നു. വാളുകൾ കൊണ്ട് യുദ്ധം ചെയ്യുന്ന കാലത്ത് പോലും ഭാരതത്തിൽ നിർമ്മിച്ചിരുന്ന വാളുകൾക്കായിരുന്നു പ്രാധാന്യം ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ചരിത്രവും നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാരതത്തിന് വേണ്ട യുദ്ധസാമഗ്രികളെങ്കിലും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ആയുധ നിർമ്മാണ മേഖല, അതിനുള്ള അവസരം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ചില ആളുകൾ മനഃപൂർവ്വം ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് അത് വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. കാരണം ചിലർക്ക് ഭാരതത്തിൻ്റെ സൈന്യത്തെ ദുർബലമാക്കണമായിരുന്നു. റിസർച്ച് ആൻഡ് മാനുഫാക്ചറിംഗ് മേഖലയിലുള്ള എല്ലാ പരീക്ഷണങ്ങളും അവസാനിപ്പിക്കുകയാണ് അവർ ചെയ്തത്. അതിനുള്ള വഴി അവർ ഒരുക്കിയില്ല. ആദരണീയ സഭാപതിജി, എനിക്കിവിടെ പറയുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ആ പഴയ കാലത്തെ രീതിയാണ് തുടർന്നു പോയിരുന്നതെങ്കിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ ഭാരതം എത്രയോ പിന്നിലേക്ക് പോകുമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല. ഒരു സൈനിക നീക്കം ആവശ്യം വന്നാൽ നമുക്ക് ചിന്തിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. നമുക്ക് യുദ്ധസാമഗ്രികൾ പൂർണ്ണമായി തികയുമോ? ആയുധം എവിടെ നിന്ന് കിട്ടും?
യുദ്ധത്തിനിടയിൽ ആയുധം തീർന്നു പോകുമോ? യുദ്ധ സാമഗ്രികൾക്ക് നമ്മൾ എന്ത് ചെയ്യും? സമയത്ത് ആയുധങ്ങൾ ലഭിക്കുമോ? ഇത്തരം ടെൻഷൻ അനുഭവിച്ചിരുന്ന കാലമുണ്ടായിരുന്നു എൻ്റെ ആദ്യ കാലത്ത് പോലും. അതിനിടെ സഭാപതിജി, കഴിഞ്ഞ 10 വർഷത്തിൽ മേക്ക് ഇൻ ഇന്ത്യ ആയുധങ്ങൾ ഉണ്ടാക്കി നമ്മുടെ സൈന്യത്തിന് നൽകാൻ നമുക്ക് കഴിഞ്ഞു. അത് സൈന്യത്തിന് ലഭിച്ചു. അത് സൈന്യം ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും വളരെ കൃത്യമായി ഉപയോഗിച്ചു. അതിൻ്റെ ഗുണവും നമുക്കുണ്ടായി. അതിനിടെ സഭാപതിജി 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൃഢനിശ്ചയമെടുത്തു. നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യം സുശക്തമാകണം, സ്വയം പര്യാപ്തമാകണം, ഒപ്പം ആധുനികവുമാകണം. ആഭ്യന്തര സുരക്ഷയ്ക്കും അതിർത്തിയിലെ സുരക്ഷയ്ക്കും വേണ്ടി നമ്മൾ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. നിരന്തരമായ റിഫോംസിലൂടെയാണ് ഈ മാറ്റം നമുക്ക് സാധ്യമാക്കാനായത്. അതിന് സഭാപതിജി, കഴിഞ്ഞ 10 വർഷത്തിലുണ്ടായതുപോലെ സൈനിക മേഖലയിൽ ഒരു റിഫോം, ഒരു നവീകരണം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ നിയമനം, ആ ചിന്ത എന്നത് പുതിയൊന്നായിരുന്നില്ല, കാലങ്ങളായി ചർച്ച ചെയ്തിരുന്നതാണ്. ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഈ രീതി ഉണ്ട്. 3 സേനകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരാൾ, അത് എല്ലാ രാജ്യങ്ങളിലും ഉള്ളതാണ്. ഭാരതത്തിലും അത്തരം ചിന്തകളുണ്ടായിരുന്നു. പക്ഷേ നടപ്പിലാക്കാൻ ഇവർക്ക് പറ്റിയില്ല. ഞങ്ങളത് നടപ്പിലാക്കി. എനിക്ക് ഭാരതത്തിലെ 3 സൈന്യത്തോടും തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടുമുണ്ട്. അവർ ഹൃദയം കൊണ്ടാണ് ആ തീരുമാനം സ്വീകരിച്ചത്. അവരൊത്തൊരുമയോടെ എനിക്കൊപ്പം നിന്നു. ഒരു സൈനിക ശേഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാ സേനകളും തമ്മിലുള്ള ഇൻ്റഗ്രേഷൻ. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും 3 സേനകൾ തമ്മിലുള്ള കൃത്യമായ ഇൻ്റഗ്രേഷൻ നമ്മുടെ ഓപ്പറേഷനെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ സൈനിക ശേഷി ഇരട്ടിയിലധികമാക്കുകയാണ് കൃത്യമായ ഏകോപനത്തിലൂടെ. ഡിഫൻസ് എക്യുപ്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടായിരുന്നു സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ. അതിലും ഞങ്ങൾ വലിയ മാറ്റങ്ങൾ വരുത്തി. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം ആയുധ നിർമ്മാണ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങിയപ്പോൾ അവിടെയും ഇവർ തീ കത്തിക്കാനും സമരം ചെയ്യാനും ഹർത്താൽ നടത്താനും ഒക്കെ ശ്രമിച്ചു. പക്ഷേ ഇവരുടെ ഒരു കളിയും വിലപ്പോയില്ല. ഭാരതത്തിൻ്റെ ദേശഹിതത്തിനു വേണ്ടി ആയുധ നിർമ്മാണ മേഖലയിലെ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ഒത്തൊരുമയോടെ നമുക്കൊപ്പം നിന്നു. ഇന്ന് ഭാരതത്തിൻ്റെ ആയുധ നിർമ്മാണ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനം വലിയ പ്രൊഡക്ടിവിറ്റി നേടിയെടുക്കുന്നു. അതുമാത്രമല്ല, ഭാരതത്തിലെ ഡിഫൻസ് സെക്ടർ സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനവും ഞങ്ങളെടുത്തു. അതിൻ്റെ ഭാഗമായി ഈ രാജ്യത്ത് വളരെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്തെ 27-30 വയസ്സുള്ള ചെറുപ്പക്കാർ ഡിഫൻസ് സെക്ടറുകളിൽ സ്റ്റാർട്ടപ്പുകൾ നടത്തുന്നു. ഹൈടെക് നഗരങ്ങളിലല്ല, അങ്ങ് ടയർ 2, ടയർ 3 നഗരങ്ങളിലെ ചെറുപ്പക്കാർ വരെ. പല സ്ഥലങ്ങളിലും നമ്മുടെ ഭാരതത്തിലെ സഹോദരിമാർ, യുവതികൾ ഡിഫൻസ് സെക്ടറിലെ സ്റ്റാർട്ടപ്പുകൾക്ക് നേതൃത്വം നൽകുന്നു. 100 കണക്കിന് ഭാരതീയ യുവതി യുവാക്കൾ ഇന്ന് ഡിഫൻസ് സെക്ടറിൽ പോലും സ്റ്റാർട്ടപ്പ് മേഖലയിൽ ജോലി ചെയ്യുന്നു. ഉദാഹരണം, ഡ്രോൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡ്രോൺസ് ഏതൊക്കെ രീതിയിലാണ് ഭാരതത്തിലെ യുവാക്കൾ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും ആകില്ല. 30-35 വയസ്സുള്ള ചെറുപ്പക്കാരാണ് ഡ്രോൺസ് മേഖലയിൽ ഭാരതത്തെ ലോകത്തിൽ 1ാം സ്ഥാനത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ചെറുപ്പക്കാരുടെ ഈ സ്റ്റാർട്ടപ്പുകൾ അവരുടെ കരുത്തും അവരുടെ സ്ഥിരോത്സാഹവും ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും നമുക്ക് ഒരുപാട് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായും ഈ സമയത്ത് അവരെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. അവർക്ക് അഭിനന്ദനം നേരുന്നു. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകൂ. ഞങ്ങൾ ഈ രാജ്യം കൂടെയുണ്ട് എന്ന് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ സമയത്ത്. ആദരണീയ സഭാപതിജി, പ്രതിരോധ മേഖലയിൽ മേക്ക് ഇൻ ഇന്ത്യ എന്നത് വെറും മുദ്രാവാക്യം മാത്രമായിരുന്നില്ല. ഞങ്ങൾ അതിനുവേണ്ട ബജറ്റും നൽകി. ഒപ്പം പോളിസികളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും ചെയ്തു. പുതിയ ഇനിഷ്യേറ്റീവുകൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിനേക്കാളും അപ്പുറം ഒരു കൃത്യമായ വിഷൻ പ്ലാൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മേക്ക് ഇൻ ഇന്ത്യ ഇന്ന് പ്രതിരോധ മേഖലയിൽ നമ്പർ 1 നിലനിൽക്കുന്നത്. അതിനിടെ സഭാപതിജി, കഴിഞ്ഞ 10 വർഷത്തിൽ മാത്രം പ്രതിരോധ ബജറ്റിനു വേണ്ടി കേന്ദ്രം നീക്കിവെച്ചിരിക്കുന്ന തുക മുൻകാലങ്ങളെ അപേക്ഷിച്ച് 3 ഇരട്ടിയിലധികമാണ് ഇന്ന്. നമ്മുടെ ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖലയിൽ ഉൽപ്പാദനമുണ്ടല്ലോ, അത് 250% വർദ്ധിച്ചിരിക്കുന്നത്. 250% വർധനവ്. കഴിഞ്ഞ 11 വർഷത്തിൽ പ്രതിരോധ മേഖലയുടെ കയറ്റുമതി മറ്റു രാജ്യങ്ങൾക്ക് ആയുധം നൽകുന്നത് 30% വർധനവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 30% വർധനവ്. നോക്കൂ,
ആദരണീയ സഭാപതിജി, താങ്കൾക്ക് പോലും അതിശയമുണ്ടാകും. ഇന്ന് ഭാരതം ഏതാണ്ട് 100-ലധികം രാജ്യങ്ങളിലേക്ക് ഭാരതം ആയുധ കയറ്റുമതി നടത്തുന്നു, ആയുധം വിൽക്കുന്നു. और आदरणीय ആദരണീയ സഭാപതിജി, മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. इतिहास में ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ നമ്മുടെ വിജയമുണ്ടല്ലോ, ആ വിജയം എന്ന് പറയുന്നത് ആഗോള പ്രതിരോധ ആയുധ മേഖലയിൽ मार्केट है, ഭാരതത്തിൻ്റെ പതാക ഉയരത്തിലേക്ക് പറക്കാൻ കൂടി സഹായിച്ചിട്ടുണ്ട്. ഭാരതം നിർമ്മിക്കുന്ന ആയുധങ്ങൾക്ക് ഇന്ന് ആവശ്യക്കാർ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ആദരണീയ സഭാപതിജി, അത് കാരണം നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് കൂടുതൽ തൊഴിൽ ലഭിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാർ ഉണ്ടാക്കിയ ആയുധങ്ങൾക്ക് ഇന്ന് ലോക മാർക്കറ്റിൽ ആവശ്യക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതിനനുസരിച്ചുള്ള മാറ്റം നമ്മുടെ രാജ്യത്തിനും നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാർക്കും ഉണ്ടാകും. അതിലെനിക്ക് സന്തോഷമുണ്ട്. ये दिख रहा ആദരണീയ സഭാപതിജി, പ്രതിരോധ മേഖലയിൽ ഭാരതം സ്വയം പര്യാപ്തമാകുമ്പോൾ ചില ആളുകൾക്ക് വിഷമമുണ്ടാവുകയാണ്. കാരണം അവർ വിദേശത്ത് നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത് പണം സമ്പാദിച്ചിരുന്ന ഒരു വഴി ഞാൻ അടയ്ക്കുകയാണ്. അതിലവർക്ക് വിഷമമുണ്ടാകും. രാജ്യം തീർച്ചയായും ഇത്തരക്കാരെ മനസ്സിലാക്കുക തന്നെ വേണം. ആദരണീയ സഭാപതിജി, ഞാൻ ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. है। भारत ഇന്നത്തെ ആയുധ മത്സര ലോകത്ത് ഭാരതം ആയുധ മേഖലയിൽ സ്വയം പര്യാപ്തമാകേണ്ടത് ലോക സമാധാനത്തിന് കൂടി അത്യാവശ്യമാണ്. ये भी जरूरी കാരണം ഞാനിത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഭാരതം ഒരിക്കലും യുദ്ധത്തിൻ്റെ ഭൂമിയല്ല, ബുദ്ധൻ്റെ ഭൂമിയാണ്. നമ്മളെപ്പോഴും സമൃദ്ധിയും ശാന്തിയും മാത്രമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഓർമ്മ വേണം, ഏതൊരു രാജ്യത്തിലും ശാന്തിയും സമൃദ്ധിയും ഉണ്ടാകാൻ അവൻ ശക്തനായിരിക്കുകയും വേണം. ഭാരതം ശക്തമായിരിക്കേണ്ടത് ഈ ലോകത്തിൻ്റെ സമാധാനത്തിന് അത്യന്താപേക്ഷിതവുമാണ്. ആദരണീയ സഭാപതിജി, നമ്മുടെ ഭാരതം हमारा भारत ഛത്രപതി ശിവാജി മഹാരാജിനെ പോലെ, शिवाजी महाराज, മഹാരാജ രഞ്ജിത് സിംഗിനെ പോലെ, महाराजा രാജേന്ദ്ര ചോളനെ പോലെ, राजेंद्र, മഹാറാണ പ്രതാപിനെ പോലെ, महाराणा प्रताप, മഹാരാജ സുഹൽദേവ് പോലെ നിരവധി പ്രഗത്ഭന്മാരുടെ നാടാണ്. ആദരണീയ സഭാപതിജി, നമ്മളെന്നും വികസനത്തിനും സമൃദ്ധിക്കും ശാന്തിക്കും വേണ്ടി जी ശക്തനായിരിക്കാനും ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യും. പ്രതിപക്ഷത്തിരിക്കുന്ന ഈ കോൺഗ്രസ് ഉണ്ടല്ലോ, അവർ ഭരിക്കുമ്പോഴാണെങ്കിലും പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണെങ്കിലും ഭാരതത്തിൻ്റെ നാഷണൽ സെക്യൂരിറ്റിയെക്കുറിച്ച് യാതൊരു വിഷനുമില്ല. അത് മുൻപും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ അങ്ങനൊരു കാര്യം അവരുടെ ചിന്തകളിൽ പോലുമില്ല. കോൺഗ്രസ് എല്ലാ കാലത്തും നാഷണൽ സെക്യൂരിറ്റിയിൽ വീഴ്ചകളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. आज जो लोग ആദരണീയ സഭാപതിജി, ഇന്ന് ഈ സഭയിൽ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, को वापस क्यों नहीं, POKയ്ക്ക് എന്ത് സംഭവിച്ചു, POK എന്തുകൊണ്ട് തിരിച്ചു പിടിച്ചില്ല എന്ന്. वैसे ये सवाल मुझे തീർച്ചയായും ശരിയാണ്. അവർക്ക് ഈ കാര്യം എന്നോട് മാത്രമേ ചോദിക്കാൻ കഴിയുള്ളൂ. കാരണം അവരിലാർക്കും അതിനുള്ള കഴിവുണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ ഈ ചോദ്യം ചോദിച്ചവരോട് എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. POK പിടിച്ചെടുക്കാൻ പാകിസ്ഥാൻ അവസരം നൽകിയതാരാണ്? दिया ഉത്തരം വളരെ വ്യക്തമാണ്. ഉത്തരം എല്ലാവർക്കും അറിയാം. നോക്കൂ ആദരണീയ സഭാപതിജി, ഞാൻ എപ്പോഴൊക്കെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു, അപ്പോഴൊക്കെ പ്രതിപക്ഷം ബഹളം വയ്ക്കാൻ തുടങ്ങും. കാരണം അവർ ആടി ഉലയുകയാണ്, ഭയക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം തുടർച്ചയായി വർഷങ്ങളോളം ഭാരതം ഭരിക്കാൻ അവസരം ലഭിച്ച ഒരാൾ വരുത്തിയ വീഴ്ചകളെക്കുറിച്ച് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അക്സായ് ചിന്നിനെ കുറിച്ച്. ചൈന പിടിച്ചെടുത്ത അക്സായ് ചിൻ പ്രദേശം മുഴുവൻ ഭാരതത്തിന് ആവശ്യമില്ലാത്ത മരുഭൂമിയാണ് എന്ന് പറഞ്ഞിരുന്നു ഒരാൾ. 38,000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി തരിശു ഭൂമിയാണ്, നമുക്ക് ആവശ്യമില്ലാത്തതാണ് എന്ന് പറഞ്ഞ് ശത്രുവിന് വെറുതെ കൊടുത്തു. ആദരണീയ സഭാപതിജി, 1962-നും 63-നും കോൺഗ്രസിന്റെ നേതാവ് ജമ്മു കാശ്മീരിലെ जम्मू कश्मीर പൂഞ്ച്, ഉറി, നീലം വാലി, പിന്നെ കിഷൻ നങ്കയും ഭാരതത്തിന് ആവശ്യമില്ല എന്ന തരത്തിലുള്ള പ്രസ്താവന ഇറക്കി. ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ച് പ്രസ്താവന ഇറക്കി. भारत की भूमि അതും ലൈൻ ഓഫ് പീസിൻ്റെ പേരിലാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. ലൈൻ ഓഫ് പീസിൻ്റെ പേരിൽ. नाम पर किया जा रहा 1966 है 66 റാൻ ഓഫ് കച്ചിൽ कच्छ पर ഇതേ കോൺഗ്രസിൻ്റെ ആളുകൾ इन्हीं लोगों ने മധ്യസ്ഥത സ്വീകരിച്ച് വിട്ടുകൊടുക്കാൻ തയ്യാറായി. ये था उनका ഇതായിരുന്നു അവരുടെ ദേശസുരക്ഷാ പോളിസി. കഴിഞ്ഞില്ല ആദരണീയ സഭാപതിജി, फिर उन्होंने പിന്നീട് ഒരിക്കൽ 800 സ്ക്വയർ കിലോമീറ്റർ ഭൂമി കൂടി പാകിസ്ഥാന് വിട്ടുകൊടുക്കാൻ
ഇതേ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ചെയ്തു. को सौंप दिया, അതിൽ ഛടാബേഡും ഉണ്ടായിരുന്നു. कहीं उसको छड़ा बेट भी 1965 സംഘർഷ സമയത്ത് ഹജ്പീർ പാസ് നമ്മുടെ സൈന്യം വീണ്ടെടുത്തതാണ്. सेना ने वापस പക്ഷേ ഇതേ കോൺഗ്രസ്, ഇപ്പോൾ ദേശസുരക്ഷയെപ്പറ്റി പറയുന്ന ഇതേ കോൺഗ്രസ് फिर लौटा। നമ്മുടെ സൈന്യം പിടിച്ചെടുത്ത പ്രദേശം കൂടി തിരിച്ചു വിട്ടുകൊടുത്തു. 19 കഴിഞ്ഞില്ല. 1971 पाकिस्तान के പാകിസ്ഥാന്റെ 90,000-ലധികം സൈനികർ बंदी थी। നമ്മുടെ സൈന്യത്തിന്റെ തടവിലായിരുന്നു, ബന്ദികളായിരുന്നു. पर किलोमीटर പാകിസ്ഥാന്റെ ആയിരക്കണക്കിന് സ്ക്വയർ കിലോമീറ്റർ മേഖല നമ്മുടെ സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അന്ന്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു ആ അവസരത്തിൽ. കാരണം നമ്മുടെ സൈന്യം വിജയിച്ചു നിൽക്കുകയായിരുന്നു. ആ സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടാമായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കനുസരിച്ച് നമുക്ക് എന്ത് തീരുമാനം എടുക്കാമായിരുന്നു. ആ സമയത്ത് രാജ്യം ഭരിക്കുന്നവർക്ക് ചെറിയൊരു വിഷനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, രാജ്യത്തെക്കുറിച്ച് ചെറിയൊരു ചിന്തയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ POK നമ്മുടെ സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു. वो मौका भी ലഭിച്ച അവസരങ്ങൾ മനഃപൂർവ്വം വിട്ടുകളഞ്ഞതിന് ശേഷമാണ് ഇവിടെ അപ്പുറത്തിരുന്നവർ എന്നോട് ചോദ്യം ചോദിക്കുന്നത്. അതിന് സഭാപതിജി, എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, കുറഞ്ഞപക്ഷം കർത്താർപൂർ സാഹിബ് ഇടനാഴിയെങ്കിലും നമുക്ക് സ്വന്തമാക്കാൻ കഴിയുമായിരുന്നില്ലേ? അതുപോലും ഇവർ ചെയ്തില്ല. 1974 ശ്രീലങ്കയ്ക്ക് നമ്മുടെ ഭാരതത്തിന്റെ പടിഞ്ഞാറെ അതിർത്തിയിലുള്ള കച്ചത്തീവ് ദ്വീപ് ഗിഫ്റ്റായി നൽകിയവർ को गिफ्ट कर दिया गया। ഇന്നും നമ്മുടെ രാജ്യത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് അത് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകാൻ കാരണം ഈ തെറ്റായ തീരുമാനമാണ്. കച്ചത്തീവ് ദ്വീപ് ശ്രീലങ്കയ്ക്ക് കൊടുത്തതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത്? ദോഷമല്ലാതെ. തമിഴ്നാട്ടിലെയും മത്സ്യത്തൊഴിലാളികൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. നോക്കൂ ആദരണീയ സഭാപതിജി, ഇതിനേക്കാൾ ഭയാനകമായ ഒരു കാര്യം കൂടിയുണ്ട്. വർഷങ്ങളായി കോൺഗ്രസിന്റെ മനസ്സിലുള്ള പദ്ധതി എന്നത് സിയാറ്റിൽ നിന്നും നമ്മുടെ സൈനികരെ പിൻവലിക്കുക എന്നതായിരുന്നു. 2014 രാജ്യത്തെ ജനങ്ങൾ ഇവർക്ക് വീണ്ടും ഭാരതം ഭരിക്കാനുള്ള അവസരം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് തീർച്ചയായും സിയാച്ചിൻ പോലും നമ്മുടെ ഭൂപ്രദേശത്തിന്റെ ഭാഗമായി ഉണ്ടാകില്ലായിരുന്നു. അതും ഇവർ വിട്ടുകൊടുക്കുമായിരുന്നു. ആദരണീയ സഭാപതിജി, ഇന്നും ഇന്നലെയുമായി കോൺഗ്രസിന്റെ ചില നേതാക്കൾ ഞങ്ങളെ ഡിപ്ലോമസി പഠിപ്പിക്കുകയാണ്. ഡിപ്ലോമസി എങ്ങനെയായിരിക്കണമെന്ന് ക്ലാസ് എടുക്കുകയാണ്. मैं उन्हें उनकी ഞങ്ങൾക്ക് ഡിപ്ലോമസി ക്ലാസ് തരുന്നവർക്ക് ഞാൻ തിരിച്ച് അവരുടെ ചില ഡിപ്ലോമസികൾ പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. UPയുടെ ഭരണകാലത്ത് 26/11 ഭീകരാക്രമണം ഉണ്ടായല്ലോ. അത്രയും വലിയ ഭീകരാക്രമണം ഉണ്ടായിട്ട് പോലും കോൺഗ്രസിന് പാകിസ്ഥാനോടുണ്ടായിരുന്ന സ്നേഹത്തിന് ഒരു കുറവ് സംഭവിച്ചില്ല. ഇത്രയും വലിയൊരു ഭീകരാക്രമണം അവരുടെ ഭാഗത്തുനിന്നുണ്ടായതിന് ആഴ്ചകൾക്ക് ശേഷം പാകിസ്ഥാനുമായി ഭാരതം കോൺഗ്രസ് ഭരിക്കുമ്പോൾ ചർച്ച നടത്തി. ഇത്രയും വലിയൊരു ഭീകരാക്രമണം മുംബൈയിൽ ഉണ്ടായിട്ടും നമ്മുടെ രാജ്യത്തുണ്ടായിട്ടും പാകിസ്ഥാൻ്റെ ഒരു ഡിപ്ലോമാറ്റിനെ പോലും ഭാരതത്തിൽ നിന്ന് പുറത്താക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല. പാകിസ്ഥാൻ്റെ ഒരു വിസ ആപ്ലിക്കേഷൻ പോലും ഇവർ റിജക്റ്റ് ചെയ്തില്ല. ഇന്ത്യയിലുള്ള പാകിസ്ഥാനികളുടെ ഒരു വിസ പോലും ക്യാൻസൽ ചെയ്യാൻ പോലും ഇവർ തയ്യാറായില്ല. രാജ്യത്ത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത നിരവധി ഭീകരാക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇത്തരം നിരന്തര ഭീകരാക്രമണം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടും കോൺഗ്രസ് UPA സർക്കാർ പാകിസ്ഥാനെ അവരുടെ മോസ്റ്റ് ഫേവറേറ്റ് നേഷൻ ലിസ്റ്റിലാണ് പെടുത്തിയിരുന്നത്. ഒരു വശത്ത് ഭാരതത്തിലെ ജനങ്ങൾ മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ UPA സർക്കാർ പാകിസ്ഥാനുമായി പുതിയ വ്യാപാര കരാറുകൾ ഒപ്പിടുകയായിരുന്നു. പാകിസ്ഥാൻ അപ്പോഴും അവിടെ നിന്ന് രക്തം കൊണ്ട് ഹോളി ഉത്സവം ആഘോഷിക്കുകയായിരുന്നു. അവിടുന്ന് ഭീകരവാദികളെ ഭാരതത്തിലേക്ക് കയറ്റിവിട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതേസമയം UPA സർക്കാർ, കോൺഗ്രസ് പാകിസ്ഥാനെ സ്നേഹം കൊണ്ട് കെട്ടിപ്പുണർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു രക്തവും വെള്ളവും കൂടി ഒരുമിച്ചൊഴുകില്ല എന്ന്. ഒപ്പം ഇന്ത്യയിലുള്ള എല്ലാ പാകിസ്ഥാൻ വിസയും ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ അവരെ തിരിച്ചയച്ചു. ഡിപ്ലോമാറ്റുകളിൽ പകുതി പേരെയും തിരിച്ചയച്ചു. അവരുമായുള്ള എല്ലാ വ്യാപാര കരാറുകളും റദ്ദാക്കി. അതിർത്തി പൂർണ്ണമായി അടച്ചു. ഭാരതത്തിൻ്റെ ഹിതങ്ങൾക്കെതിരായി പ്രവർത്തിക്കുക, ഭാരതത്തിൻ്റെ ഭാഗം നോക്കാതെ കരാറുകൾ ഉണ്ടാക്കുക, ഇത് കോൺഗ്രസ് തുടർന്നു പോരുന്ന രീതിയാണ് പണ്ട് മുതലേ. അതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് നെഹ്റു ഉണ്ടാക്കിയ സിന്ധു നദീജല കരാർ. ആരുമായാണ് കരാർ ഉണ്ടാക്കിയത്? ഭാരതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ്. നമ്മുടെ ഭാരതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ, ആ നദിയും ആ നദിയിലെ ജലവും
ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഭാരതത്തിൻ്റെ ചൈതന്യ ശക്തിയാണ് ആ നദികൾ. ഭാരതത്തെ ഇന്നത്തെ ഭാരതമാക്കി മാറ്റുന്നതിന്, ഭാരതത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നദികളാണ് അതൊക്കെ. സിന്ധു നദി നൂറ്റാണ്ടുകളായി ഭാരതത്തിൻ്റെ സ്വന്തമാണ്, ഭാരതത്തിൻ്റെ അഭിമാനമാണ്. അതിൻ്റെ പേരിലാണ് ഭാരതം തന്നെ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ നെഹ്റുജിയും കോൺഗ്രസും ആ സിന്ധു നദിയിലെയും ഝലം നദിയിലെയും ജലം പാകിസ്ഥാന് നൽകുന്നതിന് വേണ്ടി കരാറുണ്ടാക്കി. മധ്യസ്ഥതയ്ക്ക് ആരെ വിളിച്ചു? വേൾഡ് ബാങ്കിനെ വിളിച്ചു. എന്തിന്? നദി നമ്മുടേതാണ്, അതിലെ ജലം നമ്മുടേതാണ്, സ്ഥലം നമ്മുടേതാണ്. അതിൽ വേൾഡ് ബാങ്കിന് എന്ത് കാര്യം? നോക്കൂ ആദരണീയ സഭാപതിജി, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ജനങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസും നെഹ്റുജിയും ചേർന്ന് ചെയ്ത ആ സിന്ധു നദീജല കരാറുണ്ടല്ലോ, അത് തീർച്ചയായും ഭാരതത്തിൻ്റെ താല്പര്യങ്ങളെ പൂർണ്ണമായും ഹനിക്കുന്ന, ഭാരതത്തെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു കരാറായിരുന്നു. ആദരണീയ സഭാപതിജി, ഞാനിത് ഇവിടെ നിന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ പുതിയ ചെറുപ്പക്കാർ ഇത് കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നുണ്ടാകും. ഇത്തരത്തിലുള്ള ആളുകളാണോ നമ്മുടെ ഭാരതം ഭരിച്ചിരുന്നതെന്ന് എന്നായിരിക്കും അവർ ചിന്തിക്കുക. നോക്കൂ, സിന്ധു നദീജല കരാർ, നമ്മുടെ ഭാരതത്തിലൂടെ ഒഴുകുന്ന നദികൾ, നമ്മുടെ ജലം, അതിൻ്റെ 80% അധികാരം പാകിസ്ഥാന് വിട്ടു നൽകാനാണ് നെഹ്റുജിയും കോൺഗ്രസും തീരുമാനിച്ചത്. അങ്ങനെയാണ് അവർ കരാറുണ്ടാക്കിയത്. ഇത്രയും ജനസംഖ്യയുള്ള ഇത്രയും വലിയ ഭാരതത്തിന് വെറും 20% ജലം മാത്രം. എന്ത് ചിന്താഗതിയാണിത്? നിങ്ങൾ ആരെങ്കിലും എന്നോടൊന്ന് പറയൂ, ഇതെന്ത് തരത്തിലുള്ള ബുദ്ധിയാണ്? ഇതെന്ത് തരം ചിന്താഗതിയാണ്? ഏത് രാജ്യത്തിൻ്റെ താല്പര്യമാണ് നെഹ്റു സംരക്ഷിച്ചത്? ഇതെന്ത് തരം ഡിപ്ലോമസിയാണ്? നിങ്ങൾ തന്നെ പറയൂ. നിങ്ങളെല്ലാവരും കൂടി എത്ര ദ്രോഹമാണ് ഭാരതത്തിനോട് ചെയ്തത്? ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഇത്രയും വലിയ രാജ്യത്തെ എത്രയോ കർഷകർക്ക് ഉപകാരപ്പെടുമായിരുന്ന ജലമാണ്. 80% നമ്മുടെ നാട്ടിലെ, നമ്മുടെ ഭൂമിയിലെ നദിയിലെ ജലം ഭാരതത്തിലെ ജനങ്ങൾ പൂർണ്ണമായും ശത്രുരാഷ്ട്രം എന്ന് വിശ്വസിക്കുന്ന, നമ്മളോട് ചതികൾ മാത്രം ചെയ്ത് പരിചയമുള്ള രാജ്യത്തിന് വിട്ടുകൊടുക്കുകയാണ് നെഹ്റുവും കോൺഗ്രസും ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ നദിയിലെ ജലത്തിലുള്ള അവകാശികൾ ആരാണ്? നമ്മുടെ ഭാരതത്തിലെ പൗരന്മാരല്ലേ? നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരല്ലേ? നമ്മുടെ രാജ്യത്തെ കർഷകരല്ലേ? നമ്മുടെ പഞ്ചാബിനും നമ്മുടെ ജമ്മു കാശ്മീരിനും നമ്മുടെ ഹരിയാനയ്ക്കും ഡൽഹിക്കും രാജസ്ഥാനും ഒക്കെ ലഭിക്കേണ്ട ജലമാണ് നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാന് നെഹ്റു സ്വന്തം ഇഷ്ടപ്രകാരം തീരെഴുതി കൊടുത്തത്. ഭാരതത്തിനെന്താ ജലം ആവശ്യമില്ലായിരുന്നു? ഭാരതത്തിലെന്താ വരൾച്ചയുള്ള ഭൂമിയില്ലായിരുന്നു? ഇന്നും ഭാരതത്തിൽ പല സംസ്ഥാനങ്ങൾ തമ്മിൽ ജലത്തിന് വേണ്ടി തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്, നദികൾക്ക് വേണ്ടി തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിലാണ് നെഹ്റു ഇത്തരമൊരു പാതകം ചെയ്തത്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ചതിച്ചുകൊണ്ട് ശത്രുക്കൾക്ക് ദാനം നൽകിയ ആ മഹാന്റെ പേരിലാണ് ഞങ്ങളെ അവർ ഡിപ്ലോമസി പഠിപ്പിക്കുന്നത്. അതിന്റെ സഭാപതിജി, നെഹ്റു ഇത്തരമൊരു കരാർ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തെ എത്രയോ മേഖലയിൽ നല്ല ജലം ലഭിക്കുമായിരുന്നു. നമ്മുടെ രാജ്യം ഇന്ന് അനുഭവിക്കുന്ന ജലലഭ്യതാക്കുറവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുക പോലും വേണ്ടായിരുന്നു. കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കി നമ്മുടെ രാജ്യത്തെ എല്ലാ മേഖലയിലേക്കും ആ ജലം ഒഴുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്രത്തോളം വലിയ കാർഷിക പുരോഗതി നമുക്ക് നേടിയെടുക്കാമായിരുന്നു. അന്ന് കാലം മുതൽ ചിന്തിച്ചു നോക്കൂ, എത്രത്തോളം വൈദ്യുതി നമുക്കുണ്ടാക്കാമായിരുന്നു ആ ജലം ഉപയോഗിച്ചുകൊണ്ട്. നോക്കൂ ആദരണീയ സഭാപതിജി, ജനങ്ങളിത് അറിയണം. ഇതുകൊണ്ട് അവസാനിച്ചില്ല. ഈ കരാറിന്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപയും ഭാരതം പാകിസ്ഥാന് നൽകി, നെഹ്റു പാകിസ്ഥാന് നൽകി. എന്തിനു വേണ്ടി? ഈ ജലം ഒഴുക്കിക്കൊണ്ടുപോകാൻ, അവരുടെ രാജ്യത്ത് കനാലുകൾ ഉണ്ടാക്കാൻ ഭാരതം കോടിക്കണക്കിന് രൂപ പാകിസ്ഥാന് നൽകി നെഹ്റുവിൻ്റെ കാലത്ത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ രാജ്യം, നമ്മുടെ പൗരന്മാർ പട്ടിണിയിലാണ്. ഇനിയും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേൾക്കുമ്പോൾ രാജ്യം ഷോക്കായി പോകും. ഇവർ പലതും മൂടി വച്ചിരിക്കുകയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ രാജ്യത്ത് ഏത് നദിയിലാണെങ്കിലും അണക്കെട്ടുകളുണ്ടാകും. മണ്ണ് നിറഞ്ഞും വൃക്ഷങ്ങളും മറ്റുമൊക്കെ നിറഞ്ഞ് അത് തടസ്സപ്പെടുമല്ലോ പൂർണ്ണമായി. അത് സമയാസമയങ്ങളിൽ വൃത്തിയാക്കുക എന്നുള്ളൊരു രീതിയുണ്ട്. അത് നമ്മുടെ രാജ്യത്തെ എല്ലാ ജലസംഭരണികളിലും നമ്മൾ ചെയ്യുന്നതാണ്. എല്ലാ അണക്കെട്ടുകളിലും എല്ലാ നദികളിലും നമ്മൾ ചെയ്യുന്നതാണ്, സ്ഥിരമായി ചെയ്യുന്നതാണ്. അതൊരു മെക്കാനിസമാണ്. ഈ കരാറിൻ്റെ ഭാഗമായി നെഹ്റു വീണ്ടും ഒരു ക്രൂരത കൂടി ചെയ്തു. പാകിസ്ഥാൻ പറയുന്നത് കേട്ട് ഈ കരാറിൽ അവരിങ്ങനെ എഴുതി ചേർത്തു, നമ്മുടെ രാജ്യത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദിയിൽ അത് വൃത്തിയാക്കാനുള്ള അവകാശം നമുക്കില്ല എന്ന്.
പാകിസ്ഥാൻ്റെ പെർമിഷനോട് കൂടി മാത്രമേ നമുക്ക് നമ്മുടെ നദി വൃത്തിയാക്കാൻ പറ്റൂ എന്ന്. നദി നമ്മുടേത്, ജലം നമ്മുടേത്, ഭൂമി നമ്മുടേത്. പക്ഷേ ആ നദി വൃത്തിയാക്കണമെങ്കിൽ പാകിസ്ഥാൻ പറയണം, പാകിസ്ഥാൻ നിർണയിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തവണ ഈ കരാറിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ കടന്നപ്പോഴാണ് മനസ്സിലാക്കാനായത്, ഒരു ഭാഗത്ത് അഴുക്കുകൾ സംഭരിക്കപ്പെടുന്ന ഒരു ഗേറ്റ് ഉണ്ടല്ലോ, ആ ഗേറ്റ് പാകിസ്ഥാനികൾ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ആരും തുറന്നു പോലും അകത്തേക്ക് വന്ന് ക്ലീൻ ചെയ്യാതിരിക്കാൻ. പാകിസ്ഥാൻ അവരുടെ താല്പര്യപ്രകാരം നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസിൻ്റെ നെഹ്റുവിൻ്റെ കയ്യിൽ നിന്നും എഴുതി വാങ്ങിച്ചിരുന്നു ഈ കരാറിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തൊഴുകുന്ന ഈ നദിയിലെ അഴുക്കുകൾ വൃത്തിയാക്കാനോ മണ്ണ് വാരി മാറ്റാനോ പാകിസ്ഥാൻ്റെ അനുവാദമില്ലാതെ ചെയ്യാൻ പാടില്ല എന്ന്. ഈ കരാർ പൂർണ്ണമായും രാജ്യത്തിനെതിരായിരുന്നു. ആദരണീയ സഭാപതിജി, കുറച്ചു കാലങ്ങൾക്ക് ശേഷം നെഹ്റുവിന് പോലും ഈ തെറ്റുകൾ മനസ്സിലായി. ഈ കരാറിൻ്റെ ഭാഗമായി നിരഞ്ജൻ ദാസ് ഗുലാട്ടി എന്നു പേരുള്ള ഒരാൾ കൂടി ഭാഗമായിരുന്നു. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, 1961 ഫെബ്രുവരിയിൽ സാക്ഷാൽ നെഹ്റു അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഗുലാട്ടി, എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു സിന്ധു നദീജല കരാർ മറ്റു പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ നമ്മളിപ്പോഴും മുൻപ് എവിടെയായിരുന്നു അവിടെ തന്നെയാണ്, ഒരു മാറ്റവും ഉണ്ടാക്കാനായില്ല. ഇത് 1961 ഫെബ്രുവരിയിൽ നെഹ്റു ഗുലാട്ടിയോട് പറഞ്ഞതായി ഗുലാട്ടി എഴുതി വച്ചിരിക്കുന്നതാണ്. നെഹ്റു അദ്ദേഹത്തിൻ്റെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ചെയ്ത ഈ കരാർ കാരണം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞെങ്കിലും, പക്ഷേ അതിനേക്കാൾ മോശമാണ് ഭാരതത്തിൻ്റെ അവസ്ഥ. ഭാരതത്തെ എത്രയോ വർഷം പിന്നോട്ടടിക്കാൻ ഈ കരാർ കാരണമായി. നമ്മുടെ രാജ്യത്തെ കാർഷിക ഭൂമിക്കാണ് നഷ്ടമുണ്ടായത്, കർഷകർക്കാണ് നഷ്ടമുണ്ടായത്, സാധാരണക്കാർക്കാണ് നഷ്ടമുണ്ടായത്. കാരണം നെഹ്റുവിൻ്റെ മുമ്പിലുള്ള ഡിപ്ലോമസിയിൽ കർഷകർ ഒരു ഭാഗമേ ആയിരുന്നില്ല. അദ്ദേഹത്തിന് ആഗോള ഇമേജ് മാത്രമായിരുന്നു ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് നെഹ്റു ഇത്തരം കരാറുകൾ ഉണ്ടാക്കിയത്. ഭാരതത്തെക്കുറിച്ചോ ഭാരതത്തിലെ പൗരന്മാരെക്കുറിച്ചോ ഭാരതത്തിലെ കർഷകരെക്കുറിച്ചോ അദ്ദേഹത്തിന് ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാണ്. നെഹ്റുവും കോൺഗ്രസും എത്രത്തോളം പാകിസ്ഥാന് ഫേവറുകൾ ചെയ്തു കൊടുത്തിട്ടും സ്നേഹിച്ചിട്ടും പാകിസ്ഥാൻ തിരിച്ച് ഭാരതത്തോട് വർഷങ്ങളായി തീവ്രവാദവും ഭീകരപ്രവർത്തനവും ഒളിഞ്ഞും തെളിഞ്ഞും യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ കാലങ്ങളോളം ഭാരതം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ ഒരിക്കലും ഈ സിന്ധു നദീജല കരാറിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിരുന്നില്ല. അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ എന്ന് പോലും ആലോചിച്ചിരുന്നില്ല. നെഹ്റു സ്വയം ഏറ്റുപറഞ്ഞ ആ തെറ്റുകൾ തിരുത്താൻ പോലും കോൺഗ്രസ് ശ്രമിച്ചില്ല. പക്ഷേ ആദരണീയ സഭാപതിജി, ഇന്ന് ഈ പുതിയ ഭാരതം പഴയ തെറ്റുകൾ തിരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വളരെ ധൈര്യപൂർവം ധീരമായ തീരുമാനമെടുക്കുകയും ചെയ്തു. ഇന്നത്തെ ഭാരതം നെഹ്റു ചെയ്ത ആ പഴയ ഹിമാലയൻ വങ്കത്വം, സിന്ധു നദീജല കരാർ എന്ന ഹിമാലയൻ മണ്ടത്തരം രാജ്യത്തിൻ്റെ താല്പര്യം മുൻനിർത്തി, രാജ്യത്തെ കർഷകരുടെ താല്പര്യം മുൻനിർത്തി, രാജ്യത്തെ പൗരന്മാരുടെ താല്പര്യം മുൻനിർത്തി അത് റദ്ദ് ചെയ്തിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന് ദോഷം മാത്രമുണ്ടാക്കുന്ന ഈ കരാർ ഇനി ഒരിക്കലും മുമ്പോട്ട് കൊണ്ടുപോകാൻ ഭാരതം തയ്യാറല്ല. ഈ പുതിയ ഭാരതം തീരുമാനമെടുത്തു കഴിഞ്ഞു. ജലവും രക്തവും ഒരുമിച്ചൊഴുകുകയില്ല, ഒഴുകാൻ അനുവദിക്കുകയില്ല. പ്രതിപക്ഷ നിരയിലിരുന്നു കൊണ്ട് ഗൗരവ് ഗൊഗോയ്, പ്രതിപക്ഷ ഉപനേതാവ്, എന്തൊക്കെയോ കമൻറ്റുകൾ പറയുന്നുണ്ട്. സ്പീക്കർ ഇടപെട്ട് അദ്ദേഹത്തോട് ഇരിക്കാൻ പറയുന്നുണ്ട്. അദ്ദേഹത്തെ ശാസിക്കുന്നതും നമുക്ക് കാണാം. ആദരണീയ സഭാപതിജി, പ്രതിപക്ഷത്തിരിക്കുന്ന ചില ആളുകൾ തീവ്രവാദത്തെക്കുറിച്ച് വളരെ വലിയ വാക്കുകൾ ഈ സഭയിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ ഭരിച്ചിരുന്ന സമയത്ത്, ഇവർക്ക് ഈ രാജ്യം ഭരിക്കാൻ അവസരം ലഭിച്ചിരുന്ന കാലത്ത്, അന്ന് രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു, രാജ്യം എത്ര ഭയാനകമായ സാഹചര്യത്തിലൂടെ കടന്നുപോയത് എന്ന് രാജ്യം മറന്നിട്ടില്ല. 2014 ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രാജ്യം ഒട്ടും സുരക്ഷിതമായിരുന്നില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് അതിനെക്കുറിച്ച് ഓർത്തെടുക്കുകയാണെങ്കിൽ കേൾക്കുന്നവർ പോലും ഭയന്നു പോകും. ഇവിടെ ഇരിക്കുന്ന ഏതാണ്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, രാജ്യത്ത് എവിടെ പോയാലും എവിടെ ആൾക്കൂട്ടം ഉണ്ടായാലും അവിടെയെല്ലാം അനൗൺസ്മെൻറ്റുകൾ ഉണ്ടാകുമായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും എയർപോർട്ടിലാണെങ്കിലും
മാർക്കറ്റുകളിലാണെങ്കിലും ക്ഷേത്രങ്ങളിൽ പോയാലും എവിടെ ആൾക്കൂട്ടമുണ്ടെങ്കിലും അവിടെയെല്ലാം ഒരു അനൗൺസ്മെന്റ് വരുമായിരുന്നു. എന്തെങ്കിലും അപരിചിതമായ വസ്തുക്കൾ കാണുകയാണെങ്കിൽ അതിൽ തുടരുത്, പോലീസിനെ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കണം, ചിലപ്പോൾ അത് ബോംബായിരിക്കും, സൂക്ഷിക്കണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ എവിടെയൊക്കെ ആൾക്കൂട്ടമുണ്ടോ അവിടെയെല്ലാം അന്ന് ഭരിച്ചിരുന്ന സർക്കാരിന് നൽകേണ്ടി വന്നിരുന്നു. 2014 വരെ ഈ അനൗൺസ്മെന്റുകൾ കേട്ട ചരിത്രം നമുക്കെല്ലാവർക്കുമുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അതറിയില്ലായിരിക്കും. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഈ അവസ്ഥയായിരുന്നു അവർ ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നത്. കാരണം ആ സമയത്ത് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഏതു ഭാഗത്തും ബോംബ് സ്ഫോടനങ്ങൾ പതിവായിരുന്നു. പക്ഷേ രക്ഷിക്കാൻ ആരും വരുമായിരുന്നില്ല. എന്തെങ്കിലും അപകടമുണ്ടായാൽ രക്ഷപ്പെടേണ്ടത് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അവർ അനൗൺസ്മെന്റ് ചെയ്തിട്ട് അവരുടെ വഴിക്ക് പോകുമായിരുന്നു. ഇതായിരുന്നു അവരുടെ കാലത്തെ സുരക്ഷാ രീതി. ദുർബലമായ ഈ കോൺഗ്രസ് സർക്കാരുകൾ കാരണം ഭാരതത്തിലെ എത്ര പൗരന്മാരുടെ ജീവനുകളാണ് നഷ്ടമായത്, സ്വത്തുക്കളാണ് നഷ്ടമായത്. ആദരണീയ സഭാപതിജി, തീവ്രവാദത്തെ ശക്തിയുക്തം നേരിടേണ്ടതുണ്ടായിരുന്നു. കഴിഞ്ഞ 11 വർഷത്തിൽ ഞങ്ങളുടെ സർക്കാർ അത് നേരിട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളും ഇന്ന് ലഭ്യമാണ്. 2004 മുതൽ 2014 വരെ UPA സർക്കാർ ഭരിക്കുമ്പോൾ, കോൺഗ്രസ് ഭരിക്കുമ്പോൾ രാജ്യത്തുണ്ടായിരുന്ന ഭീകരാക്രമണങ്ങളുടെ കണക്കെടുത്താൽ നമ്മൾ ഞെട്ടിപ്പോകും. പക്ഷേ കഴിഞ്ഞ 11 വർഷമായി അതിൽ എത്രയോ കുറവുണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും ഇന്ന് ഭാരതത്തിലെ ജനങ്ങൾക്ക് ഈ സംശയമുണ്ട്, ഈ ചോദ്യമുണ്ട്. കഴിഞ്ഞ 11 വർഷമായി ഞങ്ങൾ ഭരിക്കുമ്പോൾ തീവ്രവാദം ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇവരുടെ ഭരണകാലത്ത് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അവരുടെ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് തീവ്രവാദികളും തീവ്രവാദവും തഴച്ചു വളർന്നതെന്ന് ഇന്ന് ജനങ്ങൾ സ്വാഭാവികമായും സംശയിക്കുന്നുണ്ട്. ആദരണീയ സഭാപതിജി, കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഭാരതത്തിൽ തീവ്രവാദം തഴച്ചു വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ: ഇവരുടെ വർഗീയ പ്രീണന വോട്ട് ബാങ്ക് രാഷ്ട്രീയം. ന്യൂഡൽഹിയിൽ ബാട്ല ഹൗസ് എൻകൗണ്ടർ ഉണ്ടായപ്പോൾ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട വലിയ നേതാവിന്റെ കണ്ണുകളിൽ കണ്ണീര് വന്നു തീവ്രവാദി കൊല്ലപ്പെട്ടപ്പോൾ. എന്നിട്ട് വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി ആ കണ്ണീര് വന്ന ഫോട്ടോ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്തിച്ചു. സോണിയാഗാന്ധി ഒരു തീവ്രവാദി കൊല്ലപ്പെട്ടപ്പോൾ കരഞ്ഞ കഥയാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. ആദരണീയ സഭാപതിജി, 2001 പാർലമെന്റിലേക്ക് ഭീകരാക്രമണം ഉണ്ടായി. ആ സമയത്ത് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പാർലമെന്റ് ഭീകരാക്രമണ കേസിലെ പ്രതിയായിട്ടുള്ള അഫ്സൽ ഗുരുവിന് ബെനിഫിറ്റ് ഓഫ് ഡൗട്ടിന്റെ കാരുണ്യം നൽകാൻ ശ്രമിച്ചു, അതിനുവേണ്ടി സംസാരിച്ചു. മുംബൈയിൽ നവംബർ 26-ന് ഇത്രയും വലിയ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഒരു പാകിസ്ഥാനി തീവ്രവാദിയെ ജീവനോടെ പിടിക്കുന്ന സാഹചര്യമുണ്ടായി. ലോകത്തെ എല്ലാ രാജ്യങ്ങളും മാധ്യമങ്ങളും, എന്തിന് പാകിസ്ഥാനും പാകിസ്ഥാന്റെ മാധ്യമങ്ങളും പോലും അത് അംഗീകരിച്ചു, ജീവനോടെ പിടിക്കപ്പെട്ടയാൾ പാകിസ്ഥാനിയാണെന്ന്. പക്ഷേ ഇത്രയും വലിയൊരു ഭീകരാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഭാരതത്തിൽ ഉണ്ടായിട്ടും ആ സമയത്ത് കോൺഗ്രസിന്റെ ചില നേതാക്കൾ ആ തീവ്രവാദിക്ക് ഹിന്ദു തീവ്രവാദത്തിന്റെ പരിവേഷം നൽകാനാണ് ശ്രമിച്ചത്. അതിനുവേണ്ടി പരമാവധി പരിശ്രമിച്ചു. രാജ്യം ഭരിക്കുന്ന കോൺഗ്രസിന്റെ തന്നെ പ്രധാനപ്പെട്ട നേതാവ് ഇവിടെ ഇരുന്നു കൊണ്ട് ലോകത്തോട് പറയാൻ ശ്രമിച്ചത് ഭാരതത്തിൽ നടന്നത് ഹിന്ദു തീവ്രവാദികളുടെ അറ്റാക്കാണെന്നാണ്. കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനോട് ഇങ്ങനെ വരെ പറയുന്ന സാഹചര്യം ഉണ്ടായി: ലഷ്കർ ഇ തൊയ്ബയേക്കാൾ ഭീകരമായത് ഭാരതത്തിലുള്ള ഹിന്ദു ടെററിസ്റ്റ് ഗ്രൂപ്പാണെന്ന്. വർഗീയ പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഈ കോൺഗ്രസ് അവർ ഭരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും എല്ലാം നമ്മുടെ ഭാരതത്തിന്റെ തിലകക്കുറിയായ ജമ്മു കാശ്മീരിൽ ഭാരതത്തിന്റെ ഭരണഘടന, പൂജനീയ അംബേദ്കർജി എഴുതിയ ഭരണഘടന എടുത്തു വെക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി. ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് കാശ്മീരിൽ ഒരു വിലയും ഉണ്ടായിരുന്നില്ല, അവിടെ പരിഗണിക്കപ്പെട്ടിരുന്നില്ല. വർഗീയ പ്രീണനത്തിന് വേണ്ടി, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി, അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് എല്ലാ കാലത്തും തീവ്രവാദികളോട് മൃദു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. ആദരണീയ സഭാപതിജി, വർഗീയ പ്രീണനത്തിന് വേണ്ടി, അവരുടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി തീവ്രവാദവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ പോലും ഇവർ ഇളവുകൾ വരുത്തി ദുർബലമാക്കി. അതിനെക്കുറിച്ച് വളരെ വിശദമായി ഇതേ സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അത് വിശദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആദരണീയ സഭാപതിജി,
ഈ സമ്മേളന കാലത്തിൻ്റെ തുടക്ക ദിവസം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പോലും, അതായത് ഞങ്ങളുടെ ആശയങ്ങളോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലും, ഭാരതത്തിൻ്റെ രാജ്യ താല്പര്യത്തിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും ഹൃദയവും മനസ്സും ഒരുപോലെ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് ഞാൻ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ പറഞ്ഞിരുന്നു. ലോകത്തിലാകെ പല രാജ്യങ്ങളിലേക്കും ഭാരതത്തിൻ്റെ പ്രതിനിധി സംഘത്തെ അയച്ച് ഭാരതത്തിൻ്റെ ഭാഗം വ്യക്തമാക്കാൻ നമ്മൾ ശ്രമിച്ചു. ആ സമയത്ത് ലോകത്താകെ നിന്ന് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് അനുകൂലമായി ഒരു സിന്ദൂർ സ്പിരിറ്റ് നമുക്ക് കാണാനായി. ആ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ട ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയുമുള്ള എല്ലാ അംഗങ്ങളോടും എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഞാൻ ഈ സമയത്ത് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ ഭാരതത്തിൻ്റെ ഭാഗം ലോകത്തിനു മുമ്പിൽ വ്യക്തമാക്കി കൊടുത്തു. പക്ഷേ എനിക്ക് അപ്പോഴും ഒരു ദുഃഖമുണ്ടായി. എനിക്ക് വളരെ വലിയ നിരാശയും അമ്പരപ്പും തോന്നി. അപ്പോഴും കോൺഗ്രസിലെ ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ വയറ്റിൽ വെപ്രാളമായിരുന്നു, വേദനയായിരുന്നു. ഭാരതത്തിൻ്റെ ഭാഗം ഭാരതം ലോകത്തോട് പറയുന്നത് കോൺഗ്രസിലെ പലർക്കും ഇഷ്ടമായിരുന്നില്ല. അതിഷ്ടപ്പെടാത്തത് കൊണ്ടാവാം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കൾക്കും ഈ സഭയിൽ സംസാരിക്കാനുള്ള അനുമതി പോലും കോൺഗ്രസ് നൽകിയില്ല. ശശി തരൂരിന് സംസാരിക്കാൻ അവസരം കൊടുക്കാത്തതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആദരണീയ അധ്യക്ഷ ജി, ഞാൻ അങ്ങയിലൂടെ അവരോട് അപേക്ഷിക്കുകയാണ്, ഈ മാനസിക സ്ഥിതിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. ആദരണീയ സഭാപതി ജി, എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു പങ്ക്തി കൂടി ചൊല്ലി ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കാം. आदरणीय अध्यक्ष जी, करो चर्चा और इतनी करो, करो चर्चा और इतनी करो कि दुश्मन दहशत से दहल उठे। रहे ध्यान बस इतना ही, रहे ध्यान बस इतना ही, मान सिंदूर और सेना का प्रश्नों में भी अटल रहे। हमला मां भारती पर हुआ अगर, तो प्रचंड प्रहार करना होगा। ശത്രു എത്ര ദൂരെയുള്ളതാണെങ്കിലും അടുത്തുള്ളതാണെങ്കിലും നമ്മുടെ ജന്മഭൂമിക്ക് ഒരപകടമുണ്ടായാൽ ഒത്തൊരുമയോടെ നിന്നുകൊണ്ട് ആ ശത്രുവിനെതിരെ പോരാടാൻ മനസ്സ് കാണിക്കണം. എൻ്റെ കോൺഗ്രസ് സുഹൃത്തുക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതാണ്: വെറും ഒരു കുടുംബത്തിൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നിങ്ങൾ പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകുന്നത് അവസാനിപ്പിക്കണം. ഇത് രാജ്യത്തിൻ്റെ വിജയം ആഘോഷിക്കുന്ന സമയമാണ്. കോൺഗ്രസ് ആ സമയം ഭാരതത്തെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. കോൺഗ്രസ് നിങ്ങൾ തുടരുന്ന തെറ്റുകൾ അവസാനിപ്പിക്കണം, തിരുത്തണം. ആദരണീയ സഭാപതി ജി, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ ഭാരതത്തിലെ ജനങ്ങളോട് സ്പഷ്ടമാക്കാൻ ആഗ്രഹിക്കുന്നു, തീവ്രവാദത്തിൻ്റെ നഴ്സറിയിൽ തന്നെ തീവ്രവാദത്തിൻ്റെ വിത്തുകൾ ഞാൻ കുഴിച്ചു മൂടും. ഇനി ഒരിക്കലും ഭാരതത്തിൻ്റെ ഭാവി വെച്ച് കളിക്കാൻ പാകിസ്ഥാനെ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ തുടരും. ഇത് ഞാൻ ഇവിടെ ഒന്നുകൊണ്ട് പറയുന്നത് തീർച്ചയായും പാകിസ്ഥാന് കൂടിയുള്ള വാണിംഗ് തന്നെയാണ്. പാകിസ്ഥാൻ എന്നുവരെ ഭാരതത്തിനെതിരെയുള്ള ഈ യുദ്ധം, ഈ കളി, ഈ ഭീകരവാദ പ്രവർത്തനം അവസാനിപ്പിക്കുന്നോ അതുവരെയും ഭാരതത്തിൻ്റെതായ രീതിയിൽ ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കും, മറുപടി നൽകിക്കൊണ്ടേയിരിക്കും. അത് അനുഭവിക്കേണ്ടി വരും. ഭാരതത്തിൻ്റെ ഭാവി കൂടുതൽ സുരക്ഷിതവും ശക്തവുമാക്കുക, സമൃദ്ധമാക്കുക, സമ്പൽ സമൃദ്ധമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക. ഇത് ഞങ്ങളുടെ ദൃഢനിശ്ചയമാണ്. ഇതിൽ നിന്ന് ഞങ്ങളെ പിന്നോട്ടടിക്കാൻ ആർക്കും സാധ്യമല്ല. അത് അകത്തുള്ള ശത്രുക്കൾക്കായാലും പുറത്തുള്ള ശത്രുക്കൾക്കായാലും അത് ഒരിക്കലും സാധ്യമാവില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ നിന്നുകൊണ്ട് ഭാരതത്തിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു.